بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون. സഹോദരന്മാരെ, അർഹമുർറാഹിമീനായ റബ്ബ് പരിശുദ്ധ റമദാൻ സ്വീകരിച്ചതുപോലെ യാത്രയേക്കാനും പിന്നെയും പലപ്പോഴും പരിശുദ്ധ റമദാനെ സ്വീകരിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഏത് അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് തഖ്വയുള്ളവരിൽ നിന്നാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നോമ്പ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട അമലിനെ സംബന്ധിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു ഓ സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. മുൻഗാമികളായ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ ദീൻ മുൻഗാമികളായ ആളുകൾക്ക് നൽകപ്പെട്ട അമലുകൾ നമുക്കും നൽകപ്പെട്ടു എന്നതിനെ നമുക്ക് പഠിപ്പിക്കുകയാണ്. അത് പഠിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകാൻ വേണ്ടിയാണ്, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തഖ്വ എന്നതാണ്. നോമ്പായിരുന്നാലും മറ്റ് അമലുകളായിരുന്നാലും ഏത് അമലിൻ്റെയും കാതൽ തഖ്വ എന്നതാണ്. തഖ്വ എന്ന് പറയുന്നത് അതിൻ്റെ ഉറവിടം മനുഷ്യൻ്റെ മനസ്സാണ്. അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന. തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ് എന്ന് ഹൃദയത്തിലേക്ക് ചൂണ്ടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. അപ്പം തഖ്വയുടെ ഉറവിടം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സാണ്. ഇതുകൊണ്ടാണ് നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു തആല പഠിപ്പിച്ചതായി നമ്മെ അറിയിച്ചു, അസ്സൗമു ലീ വ അന അജ്സീ ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനാണ്. അസ്സൗമു ലീ വ അന അജ്സീ ബിഹി, നോമ്പിന് പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനാണ് എന്ന് പറഞ്ഞ എനിക്കുള്ളതാണ് നോമ്പ് എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരണം നടത്തി. എനിക്കുള്ളതാണെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞത് നോമ്പിൻ്റെ മഹത്വം അറിയിച്ചു തരാൻ വേണ്ടിയാണ്. ബൈത്തുല്ലാഹി എന്ന് അള്ളാഹുവിൻ്റെ വീട് എന്ന് പള്ളികളെ സംബന്ധിച്ച് നാം പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ലോകത്തുള്ള എല്ലാ വീടുകളും എല്ലാ ബിൽഡിങ്ങുകളും അള്ളാഹുവിൻ്റേതാണ്. അള്ളാഹുവിൻ്റേതല്ലാതെ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ബൈത്തുല്ലാഹി എന്ന് പറയുന്നത് എന്തിൻ്റെ പേരിലാണ്? ബൈത്തുല്ലാഹി എന്ന് പറഞ്ഞത് ആ വീട്ടിനെ ബഹുമാനിച്ചതിൻ്റെ പേരിലാണ് അള്ളാഹുവിൻ്റെ വീട് എന്ന് ചേർത്ത് പറഞ്ഞത്. ഇതുപോലെ അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണെന്ന് അള്ളാഹു പറഞ്ഞതിനർത്ഥം നോമ്പിന് അത്രയും ബഹുമാനമുണ്ട്, എന്നിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന പ്രത്യേക അമലാണ് എന്നതാണ്. അസ്സൗമുലി വ അന അജ്സീ ബിഹി, ഞാനതിന് പ്രതിഫലം കൊടുക്കുന്നവരാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഉള്ളിലും തഖ്വയുടെ ഒരു സൂചനയുണ്ട്. അതായത് പരിശുദ്ധമായ നോമ്പ് എന്ന് പറയുന്നത് അള്ളാഹുവും അടിമയും തമ്മിൽ മാത്രമുള്ള ഒരു വിഷയമാണ്. നിസ്കരിക്കുന്നത് ഒരാൾക്ക് കാണാൻ സാധിക്കും, ഹജ്ജ് ചെയ്യുന്നത് ഒരാൾക്ക് കാണാൻ സാധിക്കും, സക്കാത്ത് കൊടുക്കുന്നത് ഒരാൾക്ക് കാണാൻ സാധിക്കും, ഈത്തിക്കാഫ് ഇരിക്കുന്നത് കാണാൻ സാധിക്കും, ഖുർആൻ ഓതുന്നത് കാണാനും കേൾക്കാനും സാധിക്കും. ഇങ്ങനെ ആർക്കും കാണാനോ കേൾക്കാനോ സാധിക്കാത്ത ഒരു അമലാണ് നോമ്പ്. ഇപ്പം നിങ്ങളെല്ലാവരും നോമ്പുകാരാണ്, പക്ഷേ നിങ്ങൾ നോമ്പുകാരാണ് എന്നത് കാണിക്കാൻ കഴിയില്ല. നോമ്പുകാരനാണ് എന്നത് എനിക്കും കാണിക്കാൻ കഴിയില്ല.
അത് അള്ളാഹുവും അടിമയും തമ്മിലുള്ള ഒരു സീക്രട്ട് വിഷയമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രഹസ്യ വിഷയമായതിനാൽ അസ്സൗമു ലീ വ അനാ അജ്സീ ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനതിന് പ്രതിഫലം കൊടുക്കുന്നവനാണെന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം, അള്ളാഹു കാണുന്നു എന്നതുകൊണ്ട് മാത്രം, അള്ളാഹു അറിയുന്നു എന്നതുകൊണ്ട് മാത്രം, എൻ്റെ ഓരോ സെക്കൻഡുകളും അള്ളാഹു വീക്ഷിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഭക്ഷണവും വെള്ളവും മറ്റ് എല്ലാ ശഹ്വത്തുകളും ഒഴിവാക്കി മുഅ്മിനായ മനുഷ്യൻ നോമ്പെടുക്കുമ്പോൾ അത് അള്ളാഹുവും അവനും തമ്മിലുള്ള ഒരു ബന്ധമാണ്. മൽ ഇഹ്സാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്താണ് നബിയെ ഇഹ്സാൻ, ഇസ്ലാമും ഈമാനും നന്നാക്കൽ എങ്ങനെയാണ്, ഈമാൻ ഇസ്ലാമിനെ നന്നാക്കൽ അതെങ്ങനെയാണ്, ഇഹ്സാൻ നന്മ എങ്ങനെയാണ് എന്ന് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വന്ന് ചോദിച്ച സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു തആല നിന്നെ കാണുന്നുണ്ട്. അത് അതിൻ്റെ ഒരു വിശദീകരണവും ഒരു വ്യാഖ്യാനവുമാണ്. വേറെയും ഒരുപാട് വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ ആ ഹദീസിന് പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു മനുഷ്യനും തമ്മിൽ അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന നിലക്ക് ചെയ്യുന്ന ഒരു ഇബാദത്ത് അത് തഖ്വയിൽ നിന്ന് മാത്രം ഉണ്ടാകുന്നതാണ്. പരിശുദ്ധ ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകാൻ വേണ്ടിയാണ് നോമ്പ്. അള്ളാഹു നിങ്ങളും തമ്മിലുള്ള ബന്ധം അത് സുസ്ഥിരമാകാനുള്ള ഒരു അമലാണ് നോമ്പ്. അള്ളാഹുവിന് വേണ്ടി മാത്രം, ആരെങ്കിലും പറയുന്നത് പേടിച്ചിട്ടല്ല, ആരെങ്കിലും കാണുമല്ലോ എന്ന് ഭയപ്പെട്ടിട്ടല്ല, മറിച്ച് അള്ളാഹുവിന് വേണ്ടി മാത്രം നോമ്പെടുക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ എന്തും അള്ളാഹുവിന് വേണ്ടി അവൻ ഇഷ്ടപ്പെടുന്ന ഏത് കാര്യവും ത്യജിക്കും എന്ന് അവൻ്റെ ജീവിതത്തിൽ അവൻ തെളിയിക്കുകയാണ്. അള്ളാഹു തആല എന്നോട് ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ ഭക്ഷണം ഉപേക്ഷിക്കും, വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളം ഉപേക്ഷിക്കും, ഭാര്യയുമായി ബന്ധപ്പെടരുതെന്ന് പറഞ്ഞാൽ ഞാനത് ഉപേക്ഷിക്കും. ഏത് ആഗ്രഹങ്ങളുള്ള വിഷയങ്ങളും എൻ്റെ നാഥനായ റബ്ബിന് വേണ്ടി ഞാൻ കൈയൊഴിക്കാൻ സന്നദ്ധനാണെന്ന അടിമത്വം ഉടമസ്ഥൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കൊടുക്കുന്ന പ്രതിഫലം മറ്റ് അമലുകളെ പോലെയല്ല പറഞ്ഞത്. വ അനാ അജ്സീ ബിഹി, ഞാൻ അതിന് പ്രതിഫലം കൊടുക്കുന്നവനാണ്. അവിടെ തന്നെ ചിലർ അന അജ്സീ ബിഹി, ഞാൻ അതിന് പ്രതിഫലം കൊടുക്കുന്നവനാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വ അന ഉജ്സാ ബിഹി, അതിൻ്റെ പ്രതിഫലം തന്നെ ഞാനാണ് എന്ന് വായിക്കുകയും അർത്ഥം പറയുകയും ചെയ്തവരുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു മനുഷ്യനെ സംബന്ധിച്ച്, നോമ്പെടുക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല നൽകുന്നത് അവനെ കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നതാണ്. ലിഖാഉല്ലാഹി, അള്ളാഹുവിനെ കാണുക എന്നതാണ്. അതൊരു ചെറിയ വിഷയമല്ല. ഒരു വലിയ ഒരു ഉദ്യോഗസ്ഥനെ കാണാൻ, ഒരു ഭരണാധികാരിയെ കാണാൻ, ഈ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ കാണാൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കാണാൻ, അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കാണാൻ സന്ദർഭം ലഭിക്കുക എന്നത് ഒരു ബഹുമാനമാണ്. എങ്കിൽ നിങ്ങൾ ഓർക്കുക, ആകാശങ്ങളും ഭൂമികളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും സസ്യങ്ങളും മത്സ്യങ്ങളും മനുഷ്യരും മലക്കുകളും ജിന്നുകളും ലോകത്ത് ഏതെല്ലാം സൃഷ്ടികൾ എവിടെയെല്ലാം ഏതെല്ലാം വിധത്തിലുണ്ടോ ആ മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന റബ്ബ്, ആ റബ്ബിനെ കാണാൻ സാധിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ലോകത്ത് മഹാന്മാരായ സാലിഹീങ്ങൾ, മഹാന്മാരായ ആരിഫീങ്ങൾ, മഹാന്മാരായ സജ്ജനങ്ങൾ അവരുടെ ജീവിതം സമർപ്പിച്ചത് തന്നെ അള്ളാഹുവിനെ കാണുക എന്ന ഒരു ഒറ്റ ആഗ്രഹത്തിൻ്റെ പേരിലാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്, അള്ളാഹുവിനെ കാണുക. മൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. സൂറത്തുൽ കഹ്ഫ് ഓതുന്ന സമയത്ത് നമ്മൾ ഓതിയിട്ടുള്ളതാണ്. ആരെങ്കിലും ഒരാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ കാണുക, സന്തോഷകരമായ നിലക്ക് അള്ളാഹുവിനെ കാണുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫി വഇദ്റാകിൻ വദർബിൻ മിൻ മിസാലി ഫയൻസൗനൻ നഈമ ഇദാ റഔഹു ഫയാ ഖുസ്റാന അഹ്ലിൽ ഇത്തിസാലി ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തൽ ബദ്ർ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, പരിപൂർണ ചന്ദ്രനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കും. ഇന്നക്കും തറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തൽ ബദ്ർ. എന്താണ് പറഞ്ഞതിനർത്ഥം? ആദ്യത്തെ ദിവസം മാസം നോക്കുന്ന ഒരു വ്യക്തി
ആ മാസം കാണുന്ന സമയത്ത് കാണാൻ പ്രയാസമാണ്. അത് ഒരാൾ കണ്ടാൽ മറ്റൊരാൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അതുപോലെ കാണാൻ പ്രയാസപ്പെടുകയാണ്. 14-ാം രാവിന്റെ ചന്ദ്രനെ കാണാൻ ആരും ഒരു പ്രയാസത്തിലും ആകാറില്ല. ആർക്കും എവിടെ വെച്ചും എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിനെ കാണാൻ നിങ്ങളാരും തിരക്ക് കൂട്ടേണ്ടി വരില്ല. നിങ്ങൾക്കവിടെ സ്ഥലമില്ലാത്ത പ്രശ്നമുണ്ടാവുകയില്ല, കാണാൻ കഴിയാത്ത വിഷയമുണ്ടാവുകയില്ല. ഈമാനോടെ തഖ്വയോടെ ജീവിച്ചു മരിക്കുന്ന മനുഷ്യൻ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, പ്രകാശപൂരിതമായ ചില മുഖങ്ങൾ അവർക്ക് അവരുടെ റബ്ബിലേക്ക് നോക്കാനും കാണാനും സാധിക്കുന്നു. ഈ റബ്ബിനെ കാണുക എന്ന് പറയുന്നതാണ് ഫറഹത്താനി. നോമ്പുകാരന് 2 സന്തോഷമാണ്. ഫറഹത്തുൻ ഇൻദ ഇഫ്താരിഹി, അവന് നോമ്പ് മുറിക്കുന്ന സമയത്തുള്ളൊരു സന്തോഷം, അതൊരു സന്തോഷമാണ്. അത് ഈ ഭൗതിക ലോകത്തുള്ളൊരു സന്തോഷമാണ്. വഫറഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, റബ്ബിനെ കാണുന്ന സമയത്തുള്ള സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം. ആ സന്തോഷത്തിന് വേണ്ടിയാണ് ലോകത്തുള്ള മുഴുവൻ മഹാന്മാരും ഇബാദത്തുകൾ നിർവഹിച്ചത്. ഇബാദത്ത് നിർവഹിച്ചത് അള്ളാഹുവിനെ കാണാൻ വേണ്ടിയാണ്. കാരണം സ്വർഗം ലഭിക്കുക എന്നത്, നരകത്തിൽ മോചനം ലഭിക്കുക എന്നത്, അതൊക്കെ അള്ളാഹുവിനെ കാണുന്ന വ്യക്തിക്ക് ഏതായിരുന്നാലും ഉണ്ടാകുന്ന കാര്യമാണ്. നരകത്തിലുള്ള മോചനവും സ്വർഗത്തിലുള്ള പ്രവേശനവും ഇല്ലാതെ ഒരാൾക്കും അള്ളാഹുവിനെ കാണാൻ കഴിയില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അള്ളാഹുവിനെ കാണുക എന്നതാണ് മർമ്മപ്രധാനമായ വിഷയം. അതിനു വേണ്ടിയാണ് സർവ്വ സൽക്കർമ്മങ്ങളും മഹാന്മാരെ നിർവഹിച്ചത്. ഈ അള്ളാഹുവിനെ കാണുക എന്ന ഏറ്റവും വലിയ സന്തോഷം മനുഷ്യന് കൈവരിക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് നോമ്പ്. കാരണം അത് അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള മാനസികമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അമലാണ്. ഈ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ഈ പരിശുദ്ധ റമദാൻ, ഈ റമദാനിലാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് റമദാൻ മാസത്തിലാണെന്ന് ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. അതുകൊണ്ട് തന്നെ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന അജ്വദന്നാസ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നല്ല കാര്യം ചെയ്യുന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ ഔദാര്യമുള്ള വ്യക്തി, ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന വ്യക്തി മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങളായിരുന്നു. പക്ഷേ അത് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, വഅജ്വദു മാ യകൂനു ഫീ റമദാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഏറ്റവും കൂടുതൽ കൊടുക്കാറുള്ളത്, ഏറ്റവും കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാറുള്ളത് റമദാനു ശരീഫിലാണ്. ഹീന യൽഖാഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധ റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്പെഷ്യലായി കണ്ടുമുട്ടുകയാണ്. പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് സ്നേഹിക്കുന്ന ആളുകൾ പരസ്പരം കണ്ടുമുട്ടേണ്ട ഒരു മാസമാണ്. സ്നേഹിക്കുന്ന ആളുകൾ തമ്മിൽ ബന്ധം പുലർത്തേണ്ട, ബന്ധം പുതുക്കേണ്ട, കുടുംബബന്ധം ചേർക്കേണ്ട, അയൽവാസികൾ തമ്മിൽ പരസ്പരം അതാ കാണുകയും കൈകൊടുക്കുകയും ഒന്നായി ഒരുമിച്ച് കൂടുകയും സന്തോഷം കൈമാറുകയും അങ്ങനെ സ്നേഹിക്കുന്ന ജനങ്ങൾ പരസ്പരം കണ്ടുമുട്ടേണ്ട ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ. ഹീന യൽഖാഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സ്പെഷ്യലായി മുലാഖാത്ത് നടത്തുകയാണ് പരിശുദ്ധ റമദാനിൽ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതോടുകൂടെ തന്നെ ഫയുദാരിസുൽ ഖുർആൻ, നമ്മൾ എവിടെ എപ്പോൾ ഒരുമിച്ച് കൂടിയാലും, എവിടെ ആരുമായി കണ്ടുമുട്ടിയാലും അവിടെയെല്ലാം നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ആത്മീയ വശത്തിന് നന്മ ലഭിക്കുന്ന, ആത്മാവിന് പ്രകാശം ലഭിക്കുന്ന, ആത്മീയ രംഗത്ത് പ്രചോദനമുണ്ടാകുന്ന, നമ്മുടെ ആത്മീയ രംഗം പുരോഗമിക്കുന്ന ഏത് വിഷയത്തിലാണ് നമ്മുടെ ശ്രദ്ധ ചെലുത്താൻ സാധിക്കുക എന്നതാണ്. അതിനേറ്റവും പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം. പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം മനുഷ്യനെ ആത്മീയമായി സംസ്കരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാനിൽ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി മീറ്റ് ചെയ്യുമ്പോൾ ഫയുദാരിസുൽ ഖുർആൻ, അവർ ഖുർആൻ ഓതി കേൾപ്പിക്കുകയാണ് പരസ്പരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആൻ ഓതി കേൾപ്പിച്ചു. അത് ശ്രദ്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് അങ്ങോട്ട് കേൾപ്പിച്ചു കൊടുക്കുന്നു. അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കേൾക്കുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യവും പരിശുദ്ധ റമദാനിൽ സ്പെഷ്യലായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയും ആ വരുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു.
ഖുർആൻ എന്ന് പറയുന്ന ഒരു സാധാരണ ഗ്രന്ഥമല്ല, അത് അള്ളാഹുവിൻ്റെ കലാമാണ്. അതിൽ ഇല്ലാത്ത ഒരു വിഷയവുമില്ല. തിബിയാനൻ ലികുല്ലി ശൈഇൻ, മുഴുവൻ വിഷയത്തിൻ്റെ വിശദീകരണങ്ങളും മുഴുവൻ വിഷയത്തിൻ്റെ വിവരണങ്ങളും ഈ ഖുർആനിലുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പരിശുദ്ധ ഖുർആൻ അത് എല്ലാ വിഷയത്തിനും വെളിച്ചം നൽകുന്ന ഗ്രന്ഥമാണ്. എല്ലാ രംഗത്തും നിയമങ്ങൾ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. ഖുർആൻ കേവലം ഒരു പരിഭാഷയിൽ ഒതുക്കാൻ കഴിയുന്ന ഗ്രന്ഥമല്ല. ഏതെങ്കിലും ഒരു ഖുർആൻ പരിഭാഷ വായിച്ചിട്ട് ഞാൻ ഖുർആനൊക്കെ മനസ്സിലാക്കി എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ അവർ തൗബ ചെയ്യേണ്ടതാണ്. മറിച്ച് ഒരു പരിഭാഷയിലോ 1000 പരിഭാഷകളിലോ 1000 വിവർത്തന ഗ്രന്ഥങ്ങളിലോ ലക്ഷക്കണക്കായ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥവ്യാപ്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കായ ഇമാമിങ്ങൾ ലക്ഷക്കണക്കായ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച ഇൽമുകൾ മുഴുവനും, അത് കർമ്മശാസ്ത്രമാകട്ടെ, വിശ്വാസപരമായ വിഷയങ്ങളാകട്ടെ, അല്ലെങ്കിൽ സ്വഭാവ സംസ്കരണത്തിന്റെ വിഷയങ്ങളാകട്ടെ, ഏത് വിഷയങ്ങളാണെങ്കിലും അതെല്ലാം ഖുർആനിൽ ഗ്രഹിച്ചെടുത്ത ഇൽമുകളാണ്. ലോകം മുഴുക്കെയുള്ള പണ്ഡിതന്മാർ മുഴുവനും പ്രചരിപ്പിക്കുന്ന ഖുർആനിൽ ഗ്രഹിച്ചെടുത്ത ഇൽമുകളാണ്. ലോകത്ത് മുഴുവൻ ശാസ്ത്രജ്ഞന്മാർക്കും വഴികാട്ടിയത് പരിശുദ്ധ ഖുർആനാണ്. ലോകത്ത് ഭാഷാ പണ്ഡിതന്മാർക്ക് ഭാഷ പഠിക്കാൻ വേണ്ടി ഏറ്റവും ഉപകാരപ്രദമായത് പരിശുദ്ധ ഖുർആനാണ്. അങ്ങനെ നോക്കിയാൽ ഏത് വിഷയം എടുത്തു നോക്കിയാലും പരിശുദ്ധ ഖുർആൻ പരാമർശിക്കാത്ത ഒരു വിഷയവും ഇല്ല. ഇന്ന് ക്ലോണിംഗ് യുഗമാണ്. ഈ ക്ലോണിംഗ് യുഗത്തിൽ മനുഷ്യ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ മുറിച്ചെടുത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജീവിയുടെ ഒരു ഭാഗം, ഒരു അംശം എടുത്ത് മറ്റൊരു ജീവിയെ നിർമ്മിക്കാൻ വേണ്ടി ശാസ്ത്രം പുരോഗമിച്ച ഒരു കാലഘട്ടമാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, 1400ഓളം വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ അന്ന് ക്ലോണിംഗ് യുഗമല്ല, അന്ന് കമ്പ്യൂട്ടർ യുഗമല്ല, ഇന്നത്തെ യാതൊരു സംവിധാനങ്ങളും ഉള്ള യുഗമല്ല. പക്ഷെ ആ യുഗത്തിൽ തന്നെ പരിശുദ്ധ ഖുർആൻ ലോകത്തോട് പഠിപ്പിച്ചു, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ വഖലഖ മിൻഹാ സൗജഹാ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഓ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുക. ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യനിൽ നിന്ന് ആ മനുഷ്യന്റെ ഒരു അംശമെടുത്ത് മറ്റൊരു ഇണയെ സൃഷ്ടിച്ചു. അഥവാ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ആ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചതിന് ശേഷം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമെടുത്ത് ഹദീസിൽ നമുക്ക് കാണാം, മിൻ ദിലഇ ആദം, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വളയനെല്ലെടുത്ത്, വാരിയെല്ലെടുത്ത് ഹവ്വാ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചു എന്ന് കാണാം. അപ്പൊ ഹവ്വാ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചത് ഒരു മനുഷ്യ ശരീരത്തിന്റെ അംശമെടുത്തുകൊണ്ടാണെന്ന് പരിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപിച്ചത് പണ്ഡിതന്മാർ നമ്മുടെ പ്രസംഗങ്ങളിൽ നമ്മുടെ പണ്ഡിതന്മാർ പറയുകയും ചെയ്തപ്പോൾ പലരും പരിഹസിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇത് മരച്ചീനി കൃഷി ചെയ്യുന്നതാണോ, കൊള്ളിക്കിഴങ്ങ് കൃഷിയാണോ, അല്ലെങ്കിൽ മുരിങ്ങ കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ടാക്കുന്നതാണോ, കഷ്ണം മുറിച്ചുണ്ടാക്കാൻ, മനുഷ്യ ശരീരത്തിന് കഷ്ണം മുറിച്ചിട്ട് വേറൊരു മനുഷ്യനെ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞ് ഖുർആനെ ചോദ്യം ചെയ്ത വിവരം കെട്ട ജനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഏത് ജീവിയെയും ജീവിയുടെ ശരീരത്തിന്റെ അംശമെടുത്ത് മറ്റൊരു ജീവിയെ ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രക്രിയക്ക് തന്നെ ലോകം സാക്ഷിയായിരിക്കുകയാണ്. ഞാനിതൊരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തുൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅ്വാ ഇദ് യഗ്ശ സിദ്റത മാ യഗ്ശാ. പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ നമുക്ക് കാണാം, ഉപരിമണ്ഡലത്തിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്തു. ആ ഉപരിമണ്ഡലത്തിലെ യാത്രയിൽ സർവ്വ ആകാശങ്ങളെയും വിട്ടുകടന്നു പോയ സംഭവത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു. അന്ന് പലരും ചോദിച്ചു, ആകർഷണ ശക്തിയുള്ള ഈ ഭൂമിയിൽ നിന്ന് വെയിറ്റുള്ള മനുഷ്യൻ മേൽപോട്ടേക്ക് ഉയർന്നു പോകുന്നത് എങ്ങനെയാണ്, മേൽപോട്ടേക്ക് എങ്ങനെയാണ് മനുഷ്യന് പറന്നു പോകാൻ സാധിക്കുക അല്ലെങ്കിൽ ഉയർന്നു പോകാൻ സാധിക്കുക എന്ന് ചോദിച്ചു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ഒരൊറ്റ മനുഷ്യനെ നമുക്ക് കാണാൻ സാധ്യമല്ല. മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഈ ആയത്ത് വിശദീകരിക്കുന്ന സ്ഥലത്ത് അതുപോലെ തന്നെ സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറകനാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. വളരെ സ്പീഡുള്ള, കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്ന സ്ഥലത്ത് കാലെടുത്ത് വെക്കുന്ന സ്പീഡ്, കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്ന സ്ഥലത്ത് കാലെടുത്ത് വെക്കുന്ന സ്പീഡ്, ആ സ്പീഡുള്ള വാഹനമായിരുന്നു ബുറാഖ് എന്ന വാഹനം.
ആ ബുറാഖ് എന്ന വാഹനത്തിന്റെ പുറത്ത് കയറ്റി മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മസ്ജിദുൽ ഹറാമിന്റെ സമീപത്ത് നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പോയ സംഭവം, ഇസ്രാ സംഭവം, ആ സംഭവത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ അവിടെയുണ്ടായിരുന്ന മുശ്രിക്കുകൾ മാത്രമല്ല പലരും അതിനെ ചോദ്യം ചെയ്തു. ഈ അടുത്ത കാലഘട്ടം വരെ അത് ചോദ്യം ചെയ്തു. പക്ഷേ ഇന്ന് സ്പീഡിലോടുന്ന ധാരാളം വാഹനങ്ങളും വളരെ സ്പീഡിൽ എത്തിച്ചേരാൻ കഴിയുന്ന സംവിധാനങ്ങളും ഇന്ന് ലോകത്ത് ഉണ്ടായപ്പോൾ, അതുപോലെ തന്നെ ഉപരിമണ്ഡലത്തിലേക്ക് പറന്നുയരാൻ ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പല ഭൗതിക സംവിധാനങ്ങളും വെച്ചപ്പോൾ, നേരത്തെ 1500ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം അഭൗതിക സംവിധാനത്തിലൂടെ ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും ഹബീബായ റഹ്മത്തുൽ ലിൽ ആലമീൻ ശഫീഉൽ മുദ്നിബീൻ മൽജഉൽ ഫുഖറാഇ വൽ മസാകീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു കൊടുത്തതിനെ സംബന്ധിച്ച് മുസ്ലിം ഉമ്മത്ത് വിശ്വസിച്ചു വന്നത് ഇപ്പോൾ എല്ലാവരും അങ്ങനെ സംഭവിക്കാം എന്നത് സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് വലഖദ് സറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ, സർവ്വ മനുഷ്യർക്കും സർവ്വ വിഷയങ്ങൾക്കും മാതൃക ഉള്ള ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാത്രിക്ക് വലിയ പുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ രാത്രി ഉൾക്കൊള്ളുന്നതിനാൽ ഈ മാസത്തിന് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പുണ്യം വെച്ചിട്ടുണ്ട്. ആ പുണ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിശുദ്ധ റമളാനിൽ വല്ലവനും ഒരു സുന്നത്തായ അമൽ നിർവഹിച്ചാൽ ഫർളായ അമൽ നിർവഹിച്ച പ്രതിഫലം അല്ലാഹു കൊടുക്കുമെന്നും, ഒരു ഫർളായ അമൽ നിർവഹിച്ചാൽ അതിന് 70 ഇരട്ടി പ്രതിഫലം ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. സൽക്കർമ്മങ്ങളിലൂടെ, മനസ്സ് നന്നാക്കുന്നതിലൂടെ, ആളുകളുമായി നല്ല സമ്പർക്കം പുലർത്തുന്നതിലൂടെ, കുടുംബബന്ധം ചേർക്കുന്നതിലൂടെ, അയൽവാസികളുമായി ഇണങ്ങി ജീവിക്കുന്നതിലൂടെ, തൊട്ടടുത്ത വീട്ടുകാരുമായും തൊട്ടടുത്ത റൂമിലുള്ളവരുമായും തൊട്ടടുത്ത കട്ടിലുള്ളവരുമായും തൊട്ടടുത്ത കടയിലുള്ളവരുമായും തൊട്ടടുത്ത സീറ്റിലുള്ളവരുമായും അങ്ങനെ ഏതെല്ലാം ആളുകൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ടോ അവരെല്ലാമായും നല്ല ബന്ധം പുലർത്താൻ ഈ സമയത്ത് നമ്മൾ ശ്രമിക്കണം. ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ റമദാൻ, ആ റമദാനിൽ ഈ പരിപാടി എന്ന് പറയുന്നത് അൽഹംദുലില്ലാ ഇവിടെ ഗസ്റ്റായിട്ട് കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെയായിരുന്നു വന്നിരുന്നത്. ഗസ്റ്റായിട്ട് വരുന്നതുകൊണ്ട് UAE-യുടെ എല്ലാ ഭാഗത്തും അൽഹംദുലില്ലാ പ്രസംഗിക്കാനുള്ള അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അല്ലാഹു അത് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിനുവേണ്ടി ശ്രമിച്ച യൂസുഫ് അലി സാഹിബ്, അദ്ദേഹത്തിൻ്റെ ബാപ്പക്കും ഉമ്മക്കും നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ ബാപ്പമാർക്കും ഉമ്മമാർക്കും എല്ലാം അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യാനെയും ധാരാളം അല്ലാഹു തആല അദ്ദേഹത്തിനും നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാൻ അത് വളരെ മഹത്വമേറിയ ഒരു സന്ദർഭമാണ്. അത് നഷ്ടപ്പെട്ടു പോകാതെ, ഇപ്പോൾ ഉദാഹരണത്തിന് റമദാൻ കടന്നു വന്നു, റമദാൻ കടന്ന് എത്ര സ്പീഡിലാണ് അത് പോകുന്നത്, എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അർഹമുർ-റാഹിമീനായ റബ്ബ് സാധുക്കളായ നമുക്ക് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവൻ്റെ മഹത്തായ തൗഫീഖ് നൽകുമാറാകട്ടെ. തൗഫീഖ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഷയമാണ്. തൗഫീഖ് എന്നത് ഖുർആനിൽ ഒറ്റ സ്ഥലത്ത് മാത്രമേ അത് പറഞ്ഞുള്ളൂ. തൗഫീഖ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യത്തിന് അവസരങ്ങൾ ഒരുക്കി തരിക, അത് അള്ളാഹുവിങ്കിൽ നിന്ന് നമുക്ക് ലഭിച്ചാൽ അത് വലിയ ഒരു നേട്ടമാണ്. അള്ളാഹുവിന് അതിന് ശുക്ർ ചെയ്യേണ്ടതാണ്. തൗഫീഖ്, അർഹമുർ-റാഹിമീനായ റബ്ബ് ധാരാളം അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടുമുട്ടുന്ന സമയം, ആ സമയത്ത് അവർ സൊറ പറയുകയല്ല, നാടൻ സംസാരിക്കുകയല്ല. ഫയുദാരിസുൽ ഖുർആൻ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കാര്യമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമയത്ത് വരാറുള്ളത് തന്നെ നസല ബിഹിർ റൂഹുൽ അമീൻ, റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന് ഇറക്കിക്കൊടുത്ത ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. അത് എത്തിച്ചു കൊടുത്തത് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എപ്പോഴും ഖുർആനും കൊണ്ട് വരുന്ന ആളല്ലേ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഡ്യൂട്ടി തന്നെ ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഡ്യൂട്ടി തന്നെ ജനങ്ങളെ സംസ്കരിച്ചെടുക്കുക. അത് പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്. ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് യത്ലു അലൈഹിം ആയാതിഹി
വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആൻ പഠിപ്പിക്കലാണ്. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായി പരിശുദ്ധ റമദാനിൽ മീറ്റ് ചെയ്യുമ്പോൾ അപ്പോഴും ചെയ്യുന്നത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ്, അപ്പോഴും ഖുർആനുമായി ബന്ധപ്പെടുകയാണ്. ഇതിൽ നിന്ന് നാം ഗ്രഹിച്ചെടുക്കേണ്ട ഒരു വിഷയം, ധാരാളമായി പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ റമദാനിൽ നമ്മൾ ഓതേണ്ടതുണ്ട്. അല്ലാഹു തആല അതിന് നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ മിനിഞ്ഞാന്ന് ഇവിടെ പ്രസംഗിക്കുന്ന സമയത്ത് ഓർമ്മപ്പെടുത്തിയിരുന്നു, ഖുർആൻ ഓതാൻ നമ്മൾ സമയം നിശ്ചയിക്കണം. സമയം നിശ്ചയിച്ചില്ലെങ്കിൽ നമ്മൾ അറിയാതെ സമയങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ഖുർആൻ ഓത്ത് നടക്കാതെ തന്നെ ദിവസം കഴിഞ്ഞു പോകും. അതിന് സമയം നിശ്ചയിച്ചാൽ, ഉദാഹരണത്തിന് സുബഹിന് ശേഷം ഒരു ജുസു ഖുർആൻ ഓതിയിട്ടേ ഞാൻ കിടന്നുറങ്ങുകയുള്ളൂ, അല്ലെങ്കിൽ അത്താഴത്തിന് ശേഷം ഞാനൊരു ജുസു ഖുർആൻ ഓതും, അതുപോലെ ദുഹറിന് മുമ്പോ ശേഷമോ ഞാനൊരു ജുസു ഖുർആൻ ഓതും, അസറിന് മുമ്പോ ശേഷമോ ഞാനൊരു ജുസു ഖുർആൻ ഓതും, ഇങ്ങനെ ഒരു സമയം നമ്മൾ നിശ്ചയിച്ചാൽ, അങ്ങനെ ഓരോ ജുസ് ഖുർആൻ ഒരു 5 സമയത്ത് ഓതാൻ നമ്മൾ തയ്യാറായാൽ നമുക്കൊരു ദിവസം 5 ജുസ് ഖുർആൻ ഓതാൻ സാധിക്കും. അതിന് ചുരുങ്ങിയ സമയം മാത്രമേ ആവശ്യമുള്ളൂ. അങ്ങനെ 5 ജുസ് ഖുർആൻ ഓതാൻ സാധിച്ചാൽ നമുക്ക് 6 ഖത്മ് നമുക്ക് ഓതി തീർക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരുപാട് ഖുർആനിൽ നിന്ന് ഒരുപാട് നമുക്ക് ഓതാൻ സാധിച്ചേക്കും. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. 6 ദിവസം കൊണ്ട് നമുക്കൊരു ഖത്മ് ഖുർആൻ ഓതി തീർക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഒരുപാട് ഖത്മ് നമുക്ക് തീർക്കാൻ അല്ലാഹു തആല 5 ഖത്മ് ഒരു മാസത്തിൽ ഓതി തീർക്കാൻ നമുക്ക് അല്ലാഹു തആല അവസരം നൽകും. അതിനുവേണ്ടി നാം പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. മസലുൽ മുഅ്മിനില്ലദീ യഖറഉൽ ഖുർആന കമസലിൽ ഉത്റുജ്. ഖുർആൻ ഓതുന്ന മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണം അതൊരു ഓറഞ്ച് പോലെയാണ്, നാരങ്ങ പോലെയാണെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. എന്താണ് നാരങ്ങയുടെ പ്രത്യേകത? റീഹുഹാ തയ്യിബുൻ വതുഅമുഹാ തയ്യിബ്. നാരങ്ങ അതിൻ്റെ നല്ല മണം, അതിൻ്റെ മണം നല്ലതാണ്, അതിൻ്റെ പുറമെ അതിൻ്റെ വാസന നല്ലതാണെന്നതിൻ്റെ പുറമേ അതിൻ്റെ രുചിയും നല്ലതാണ്. ഖുർആൻ ഓതുന്ന മുഅ്മിനായ മനുഷ്യൻ നാരങ്ങ പോലെയാണ്. വമസലുൽ മുഅ്മിനില്ലദീ ലാ യഖറഉൽ ഖുർആന കമസലിത് തംർ. ഖുർആൻ പാരായണം ചെയ്യാത്ത മുഅ്മിനായ മനുഷ്യൻ കാരക്ക പോലെയാണ്. രുചിയുള്ള സാധനമാണെങ്കിലും ആ കാരക്കയ്ക്ക് പരിമളം ഇല്ല, നല്ല വാസനയില്ല. വമസലുൽ ഫാജിരില്ലദീ യഖറഉൽ ഖുർആന കമസലിർ റൈഹാൻ. റൈഹാൻ പുഷ്പം പോലെയാണ്. ആള് മോശക്കാരനാണെങ്കിലും അവൻ ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ റൈഹാൻ പുഷ്പം പോലെയാണ്. എന്താ കാരണം? റീഹുഹാ തയ്യിബുൻ വതുഅമുഹാ മുർറ്. അതിൻ്റെ വാസന നല്ലതാണ്, അതിൻ്റെ രുചി കയ്പാണെങ്കിലും. ഈമാനില്ലാത്ത തഖ്വയില്ലാത്ത മനുഷ്യനാണെങ്കിലും അവൻ ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ അവൻ്റെ പരിമളം നല്ലതാണ് എന്നാണ് പറഞ്ഞത്. ഒരു വസ്തുവിൻ്റെ പരിസരം നന്നാകുമ്പോൾ ആ വസ്തു നന്നാകാൻ വളരെയേറെ സാധ്യതയുണ്ട്. ഖുർആൻ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടാൻ പോകുന്നത് നമ്മുടെ ഹൃദയമാണ്. നാവും ഹൃദയവും തമ്മിൽ വലിയ അഭേദ്യമായ ബന്ധമാണ്. നാവും ഹൃദയവും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തിരിച്ചും മറിച്ചും വലിയ ബന്ധമാണ്. ഹൃദയം വളരെ നല്ലതാണോ അവൻ്റെ നാവിൽ നിന്ന് വരുന്ന വാചകങ്ങളൊക്കെ നല്ലതായിരിക്കും. ഹൃദയം നല്ലതാണെങ്കിൽ അവൻ്റെ നാവിൽ നിന്ന് വരുന്ന വാചകങ്ങളൊക്കെ നല്ലതായിരിക്കും. ഒരിക്കലും തന്നെ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുകയില്ല, സംസാരിക്കുകയില്ല. മുസ്ലിമീങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുകയില്ല. പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാൻ അവൻ പ്രചോദനം നൽകുകയില്ല. സയ്യിദന്മാരെ പാർട്ടി നോക്കിയിട്ട് നിസ്സാരപ്പെടുത്താൻ അവൻ്റെ നാവ് അനുവദിക്കുകയില്ല, അവൻ്റെ ഹൃദയം അനുവദിക്കുകയില്ല. മറിച്ച് ആദരിക്കപ്പെടേണ്ടവരെ ആദരിക്കുകയും പണ്ഡിതന്മാരെ മുഴുവനും ആദരിക്കുകയും പ്രായമുള്ളവരെ ബഹുമാനിക്കുകയും കുട്ടികളോട് കാരുണ്യം കാണിക്കുകയും ഏത് തെറ്റ് ചെയ്യുന്ന മനുഷ്യരോടും അവൻ്റെ മനസ്സിൽ സഹതാപം തോന്നുകയും ചെയ്യും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ചെയ്യുന്നവനോട് നമുക്കൊരു ശത്രുതാ മനോഭാവമല്ല ഉണ്ടാകേണ്ടത്. നമുക്ക് ശത്രുക്കൾ 2 ഉള്ളൂ. 2 ശത്രുക്കൾ മാത്രമേ നമുക്കുള്ളൂ. ഏതാണ് ആ 2 ശത്രുക്കൾ? വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസിഹിമാ വഇൻഹുമാ മഹളാകൻ നുസ്ഹഫത്തഹിമി. നമുക്കുള്ള 2 ശത്രുക്കൾ, ഒന്ന് നമ്മുടെ സ്വന്തം ശരീരമാണ്. നമ്മുടെ സ്വന്തം ശരീരം എപ്പോഴും നല്ല കാര്യത്തിൽ നമ്മെ പിറകോട്ട് വലിക്കുകയാണ്. സുബഹിന്റെ സമയത്ത് കിടന്നുറങ്ങാൻ വേണ്ടി പ്രചോദനം നൽകുകയാണ്. അതുപോലെ തന്നെ ജമാഅത്ത് നടക്കുന്ന സമയത്ത് അവിടെയും ഇവിടെയും ഇരുന്ന് സമയം പോക്കാൻ വേണ്ടി നമുക്ക് പ്രചോദനം നൽകുകയാണ്. ആവശ്യമില്ലാത്ത ചർച്ചകളിൽ ഏർപ്പെടാൻ വേണ്ടി നമ്മുടെ ശരീരം നമ്മോട് ഉപദേശിക്കുകയാണ്. ആവശ്യമില്ലാത്തതെന്ന് മാത്രമല്ല, ഹറാമായ സീരിയലുകളും അതുപോലെ പിക്ചറുകളും കണ്ട് നേരം പോക്കാൻ വേണ്ടി നമുക്ക് പ്രചോദനം നൽകുകയാണ്. നമ്മുടെ ശരീരം വാസ്തവത്തിൽ നമ്മുടെ ശത്രുവാണ്. ഈ ശരീരത്തോട് മല്ലടിച്ച് ജയിക്കാൻ നമ്മുടെ ആത്മാവിന് സാധിക്കണം. മനുഷ്യന് 2 ഘടകങ്ങളുണ്ട്. ഒരു ഘടകം ആത്മാവാണ്, മറ്റൊന്ന് ശരീരമാണ്.
ആത്മാവ് എന്ന് പറയുന്നത് ശരീരത്തെ നിയന്ത്രിക്കാനുള്ള ഡ്രൈവറാണ്. ശരീരത്തെ നിയന്ത്രിക്കാനുള്ള ഡ്രൈവറാണ് ആത്മാവ്. ഈ ആത്മാവ് ശരീരത്തെ വേണ്ടതുപോലെ നിയന്ത്രിച്ചാൽ ഈ ശരീരത്തിനും ആത്മാവിനും ഗുണകരമാണ്. ഒരു വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ആ വണ്ടി ട്രാഫിക് നിയമം അനുസരിച്ച് വളരെ ശ്രദ്ധാപൂർവം, അതേ അമിതമായ സ്പീഡ് എടുക്കാതെ കൃത്യമായ രൂപത്തിൽ ഓടിക്കാൻ തുനിഞ്ഞാൽ അതിൻ്റെ നന്മ ഡ്രൈവർക്കും വണ്ടിക്കുമാണ്. വണ്ടി കേടുവരാതിരിക്കാനും അതുപോലെ തന്നെ ഡ്രൈവർ രക്ഷപ്പെടാനും അത് കാരണമാണ്. എന്ന് മാത്രമല്ല, അവർക്ക് രണ്ടാൾക്കും മാത്രമല്ല, അപ്പുറത്ത് വണ്ടി ഓടിക്കുന്ന മറ്റൊരാൾക്കും അതിൻ്റെ ഉപകാരം ലഭിക്കുകയാണ്. അപ്പുറത്തുകൂടി നടന്നു പോകുന്നവരും അതിൻ്റെ ഉപകാരം ലഭിക്കുകയാണ്. നേരെ മറിച്ച് ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ, ആ ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന സമയത്ത് യാതൊരു നിയമങ്ങളും അവലംബിക്കാതെ തോന്നിവാസം അമിതമായ സ്പീഡിൽ ഇഷ്ടാനുസരണം വണ്ടി ഓടിക്കുന്നുവെങ്കിൽ ഡ്രൈവറുടെ ശരീരത്തിന് അപകടമാണ്, വണ്ടിക്ക് അപകടമാണ്, അപ്പുറത്ത് ഓടിക്കുന്ന വണ്ടിക്ക് അപകടമാണ്, അപ്പുറത്തെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവന് അപകടമാണ്, നടന്നു പോകുന്നവന് അപകടമാണ്, രാഷ്ട്രത്തിന് നഷ്ടമാണ്, സമൂഹത്തിന് നഷ്ടമാണ്. ആശുപത്രിയിൽ ഒരുപാട് രോഗികൾക്ക് ഈ പരിക്ക് പറ്റിയവരെ കൊണ്ട് പ്രയാസമാണ്. ഡോക്ടർമാർ പ്രയാസപ്പെടുകയാണ്, സിസ്റ്റർമാർ പ്രയാസപ്പെടുകയാണ്, എല്ലാവരും പ്രയാസപ്പെടുകയാണ് ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പോൾ തെറ്റിച്ച് ഓടിച്ചതിൻ്റെ പേരിൽ. ഇതുപോലെ നമ്മുടെ ശരീരം, ഈ ശരീരം ഉമ്മയുടെ മാതാവിൻ്റെ വയറ്റിൽ വെച്ച് 4 മാസത്തോളം ബോഡിപ്പണിയെടുത്തതിന് ശേഷം 4ാമത്തെ മാസത്തിലാണ് നമ്മുടെ ശരീരത്തിൽ ആത്മാവ് എന്ന് പറയുന്ന ഡ്രൈവറെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന നിക്ഷേപിച്ചിട്ടുള്ളത്. ഈ ഡ്രൈവറാണ് ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. ഈ ഡ്രൈവർക്ക് നിയമങ്ങളാണ്, ഓരോ സ്ഥലത്തും നിയമങ്ങളാണ്. വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർ രാത്രി സമയത്ത് വണ്ടി ഓടിച്ചു പോകുമ്പോൾ അങ്ങനെ ഇങ്ങോട്ടും ഒരു വണ്ടി വരികയാണെങ്കിൽ നമുക്കറിയാം അവിടെ ലൈറ്റ് ഡിമ്മാക്കണം എന്നൊരു നിയമമുണ്ട്. ഇതുപോലെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു അന്യ സ്ത്രീ അങ്ങനെ ഇങ്ങോട്ട് വരുന്നത് കണ്ടാൽ നമ്മളും ഡിമ്മാക്കണം, അഥവാ നമ്മുടെ കണ്ണടക്കണം. അത് നിയമമാണ്. ഈ രൂപത്തിൽ ഓരോന്നിനും നിയമങ്ങളാണ്. ഈ നിലക്ക് നിയമങ്ങൾ കൊടുക്കപ്പെടുകയും ആ നിയമം അനുസരിച്ച് ശരീരത്തെ നിയന്ത്രിക്കാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്തതാണ് നമ്മുടെ ആത്മാക്കൾ. ഈ ആത്മാവ് ആണ് വാസ്തവത്തിൽ ഞാൻ എന്ന് പറയുന്നതുകൊണ്ട് പലപ്പോഴും നാം വിവക്ഷിക്കുന്നത്, അവനെന്ന് പറയുന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് ഒരു 10 കൊല്ലം മുമ്പ് ഒരാൾ ഒരു സംഖ്യ കടം വാങ്ങി. ആ കടം വാങ്ങിയ മനുഷ്യൻ പിന്നീട് ഏതോ ഒരു അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ കൈ നഷ്ടപ്പെട്ടു പോയി. 10 കൊല്ലം കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് കടം വാങ്ങിയ സംഖ്യ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ കൈ നഷ്ടപ്പെട്ടതിന് ശേഷം സംഖ്യ ചോദിക്കുമ്പോൾ വാങ്ങിയ കൈ ഇപ്പോൾ നിലവിലില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. കാരണം അവൻ്റെ കൈ മുറിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അവനിവിടെ ഉണ്ട് എന്നാണ് നമ്മൾ പറയും. ഇനി അവൻ്റെ കാല് മുറിഞ്ഞു പോയാലും, 2 കാലും മുറിഞ്ഞു പോയാലും, 2 കൈയും മുറിഞ്ഞു പോയാലും അവനിവിടെ ഉണ്ട്. അവൻ്റെ ആത്മാവ് ശരീരത്തിലുള്ളപ്പോഴെല്ലാം അവനോട് നമ്മൾ സംഖ്യ തിരിച്ചു ചോദിക്കും. ഞാൻ പറഞ്ഞതിനർത്ഥം ആത്മാവ് അതാണ് യഥാർത്ഥത്തിൽ ഡ്രൈവർ. ഈ ഡ്രൈവർക്കാണ് നിർദ്ദേശം. ഈ ഡ്രൈവർ നിയന്ത്രിക്കുന്ന ശരീരമായ ബോഡി, ആ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ബോഡി പലപ്പോഴും നമുക്കറിയാവുന്നതുപോലെ കൃത്യമായി വണ്ടി ഓടിക്കാൻ ഡ്രൈവർ തയ്യാറായില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാളിക്കളിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന ഒരു പ്രകൃതിയാണ് ഈ ബോഡിക്കുള്ളത്. ഒരു വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ അത് വളരെ കൃത്യമായി ഓടിച്ചില്ലെങ്കിൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാളുന്നത് പോലെ, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുന്നത് പോലെ ശരീരം തെറ്റും. അതുകൊണ്ടാണ് ശരീരം നമ്മുടെ ശത്രുവാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞതിൻ്റെ അർത്ഥം. വഖാലിഫിൻ നഫ്സ വശൈത്വാന വസിഹിമാ വഇൻഹുമാ മഹളാകൻ നുസ്ഹ ഫത്തഹിമി. അപ്പം ഈ ശരീരത്തിനെതിരെ മല്ലടിക്കാൻ നമുക്ക് സാധിക്കണം. ഒന്ന്. മറ്റൊന്ന്, നമ്മുടെ ശത്രു എന്ന് പറയുന്നത് ശൈത്താനാണ്, ഇബ്ലീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ശർറിൽ നിന്ന് സർവ്വസമയത്തും നമുക്ക് കാവൽ നൽകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതേ, ഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് പോലും ശൈത്താൻ വന്ന് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതേ, സർവ്വ അനുഗ്രഹങ്ങളിൽ നിന്നും അതാ ദൂരീകരിക്കപ്പെട്ട ശൈത്താനിൽ നിന്ന് പടച്ച റബ്ബിനോട് കാവൽ ചോദിക്കണമെന്ന് പറഞ്ഞത്. എൻ്റെ സ്വന്തം ശക്തി കൊണ്ടോ, എൻ്റെ കഴിവ് കൊണ്ടോ, എൻ്റെ ആത്മീയ പവർ കൊണ്ടോ, എൻ്റെ അറിവ് കൊണ്ടോ, എൻ്റെ മഹത്വം കൊണ്ടോ എനിക്ക് ഇബ്ലീസിനെ നേരിടാൻ കഴിയുമെന്ന അഹങ്കാരം നമ്മൾ ആരുടെയും മനസ്സിൽ വരാതെ എപ്പോഴും ശൈത്താനിൻ്റെ ശർറിൽ നിന്ന് സാധുക്കളായ നമുക്ക് കാവൽ നൽകാൻ വേണ്ടി ശൈത്താനിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള രാജാവായ അല്ലാഹുവിനോട് താണുകയാണ് പ്രാർത്ഥന നടത്തണം. അതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
ആട്ടപ്പെട്ട, ദൂരീകരിക്കപ്പെട്ട, റഹ്മത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ട ശൈത്താനിന്റെ ശർറിൽ നിന്ന് അല്ലാഹുവിനോട് ഞാൻ കാവല് ചോദിക്കുന്നു, എൻ്റെ റബ്ബിനോട് ഞാൻ കാവല് പറയുന്നു എന്ന് പറയാൻ നിർദ്ദേശിക്കപ്പെട്ടത്. ശൈത്താൻ അത്രയും ശക്തനാണ്. ഏത് രംഗത്തുകൂടിയും ശൈത്താൻ മനുഷ്യനിലേക്ക് കടന്നു വരും. മഹാനായ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, ശൈത്താന്റെ വരവ് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ നല്ല വഴിയിലൂടെ ശൈത്താൻ കടന്നു വരും. എന്ന് പറഞ്ഞാൽ നമ്മളൊരു നല്ല കാര്യമാണ് ചെയ്യുന്നതെന്ന് ശൈത്താൻ നമുക്ക് തോന്നിപ്പിക്കും. നല്ല കാര്യത്തിലല്ലേ ഞാൻ ഉള്ളതെന്ന് തോന്നിപ്പിക്കും. എന്നിട്ട് ആ നല്ല കാര്യത്തിൻ്റെ ഉള്ളിൽ അല്ലാഹു തആല ഇഷ്ടപ്പെടാത്ത കാര്യം ശൈത്താൻ കൂട്ടിക്കുഴച്ച് മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കും. നല്ല കാര്യം പറയുമ്പോൾ അവന് തോന്നും ഞാൻ നല്ലതല്ലേ പറയുന്നത്, പക്ഷേ പറയുന്നതിനിടയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ പ്രസംഗം നന്നായിട്ടുണ്ടോ, അതേ നന്നായിട്ടുണ്ടെന്ന് ജനങ്ങൾ അഭിപ്രായം പറയുന്നുണ്ടോ എന്നിങ്ങനെ ഒരു ചിന്ത കൽബിൽ വന്നാൽ അപകടമാണ്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി അമൽ ചെയ്താൽ അപകടമാണ്, ജനങ്ങൾക്ക് വേണ്ടി കൊടുത്താൽ അപകടമാണ്, ജനങ്ങൾക്ക് വേണ്ടി നിസ്കരിച്ചാൽ അപകടമാണ്. ശൈത്താൻ അനാവശ്യമായ ചിന്തകൾ കൽബിലേക്ക് കൊണ്ടുവരും. അതുപോലെ തന്നെ ഞാൻ നല്ല കാര്യമല്ലേ ചെയ്യുന്നതെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് അതിനപ്പുറത്ത് അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം പലതും മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കും. ചിലപ്പോൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശൈത്താൻ നിന്നോട് പറയും നീ സത്യം തുറന്നു പറയുകയല്ലേ, അത് തുറന്നു പറയുകയല്ലേ വേണ്ടതെന്ന് തോന്നിപ്പിക്കും. പക്ഷേ ആ തുറന്നു പറയുന്നത് കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ലഭിക്കുകയാണോ, ഉപദ്രവം ഉണ്ടാവുകയാണോ, അതുകൊണ്ട് സമുദായത്തിൽ കുഴപ്പമുണ്ടാവുകയാണോ, അല്ല സമുദായം നശിക്കുകയാണോ, അല്ല സമുദായത്തിനുള്ള ഈമാൻ നഷ്ടപ്പെടുകയാണോ, അല്ലെങ്കിൽ സമുദായം പരിഹസിക്കപ്പെടുകയാണോ, സമുദായം ഏത് അമുസ്ലിമും ഏത് ഇസ്ലാമിൻ്റെ വിരോധികൾക്കും ചർച്ച ചെയ്യാൻ അവസരമുണ്ടാവുകയാണോ, എന്താണ് നിന്റെ ഈ ചർച്ച കൊണ്ടുവരുന്നതെന്ന് ചിന്തിക്കാതെ നീ സത്യം തുറന്നു പറയുകയാണെന്ന് ശൈത്താൻ നിന്നെ തോന്നിപ്പിക്കും. എന്നിട്ട് അതിലൂടെ നിന്നെ ശൈത്താൻ കെണിവലയിൽ ഉൾപ്പെടുത്തി കളയുമെന്ന് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു. എന്നിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ നീ എപ്പോൾ ഉപദേശിക്കുന്ന സമയത്ത് ആരെയും നീ ശത്രുവായി കാണാൻ പാടില്ല, ആരെയും നീ എതിരാളിയായി കാണാൻ പാടില്ല. ഉപദേശിക്കുന്ന സമയത്ത് നല്ല ഉപദേശങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്ന വിധത്തിൽ നൽകുമ്പോൾ തന്നെ ആ ഉപദേശം ഫലപ്രദമാകുന്ന വിധത്തിൽ മാത്രമേ നീ ഉപദേശിക്കാൻ പാടുള്ളൂ. അത് തന്നെയും ചിന്തിക്കാൻ പറ്റുന്ന രൂപത്തിലേ ഉപദേശിക്കാൻ പാടുള്ളൂ. വിമർശനത്തിൻ്റെ ശൈലിയിൽ നീ പലപ്പോഴും പലതും സംസാരിക്കുമ്പോൾ അപകടം വന്നേക്കും. ഓരോ മനുഷ്യർക്കും ഓരോ പ്രകൃതിയാണ്, ഓരോ മനുഷ്യർക്കും ഓരോ രൂപത്തിലുള്ള ശൈലിയാണ്, ഓരോ ചിന്താഗതികളാണ്. അതുകൊണ്ട് മുഴുവൻ ജനങ്ങളെയും സംസ്കരിച്ചെടുക്കാൻ വേണ്ടി, മുഴുവൻ ജനങ്ങളെയും നന്നാക്കിയെടുക്കാൻ വേണ്ടി ജനങ്ങളോട് ശത്രുത വെക്കുന്നതിന് പകരം ജനങ്ങളോട് നിനക്കെപ്പോഴും ഉണ്ടാകേണ്ടത് സഹതാപമാണ്. പടച്ച റബ്ബേ, അദ്ദേഹത്തിന്റെ നിസ്കാരത്തിൽ ഒരു അബദ്ധം വന്നല്ലോ, അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണല്ലോ, അത് പറഞ്ഞു കൊടുത്താൽ അദ്ദേഹം സ്വീകരിക്കുമല്ലോ. പക്ഷേ അത് മറ്റൊരാളെ മുന്നിൽ വെച്ച് തുറന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കുറവാക്കുന്ന വിധത്തിലാകരുത്, അദ്ദേഹത്തിന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന വിധത്തിലാകരുത്. അദ്ദേഹത്തെ സ്വകാര്യം വിളിച്ചു കൊണ്ടുപോയി, മോനെ നിന്റെ നിസ്കാരത്തിൽ ഒരു അപാകതയുണ്ട്, നീ അത് പരിഹരിക്കണം. ചെറിയൊരു ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയുകയാണ് സുഹൃത്തുക്കളെ, നിസ്കരിക്കുന്ന സമയത്ത് സുജൂദ് ചെയ്യുന്ന സമയത്ത് കാലിൻ്റെ വിരലിൻ്റെ അടിഭാഗം സുജൂദിൽ നിലത്ത് കുത്തിവെക്കണം എന്നതാണ് നമ്മുടെ മദ്ഹബിലുള്ള പ്രബലമായ അഭിപ്രായം. പലരും കാലിൻ്റെ വിരലിങ്ങനെ കോട്ടിവെച്ചിട്ട് പുറം ഭാഗം നിലത്ത് കുത്തിവെക്കുന്നതായി കാണുന്നുണ്ട്. അങ്ങനെ വെച്ചാൽ അവൻ്റെ നിസ്കാരം സഹീഹാകുമെന്ന് ഇമാം റാഫി റളിയല്ലാഹു അൻഹുവിന് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് അങ്ങനെ വെച്ചവർ നിസ്കാരമൊക്കെ ബാത്തിലായി എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും കുഴപ്പമുണ്ടാക്കണ്ട. അതേസമയത്ത് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായമായി പഠിപ്പിച്ചത് കാലിൻ്റെ ഒരു വിരലിൻ്റെ പള്ളയെങ്കിലും നിലത്ത് കുത്തിവെക്കണം എന്നാണ്. ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മളെപ്പോഴും എല്ലാ ഇമാമിങ്ങളുടെയും അഭിപ്രായത്തിൽ ശരിയാകുന്ന വിധത്തിലാണ് നമ്മളെപ്പോഴും അമലുകൾ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ കൂടെ തന്നെ വന്ന മറ്റൊരു അതിഥിയായിരുന്നു നമുക്ക് ഇന്ന് ഖുതുബ ഓതി തന്ന ആൾ. അദ്ദേഹം വിവരമുള്ള ആളാണ്, അദ്ദേഹം മാലിക്കി മദ്ഹബുകാരനാണ്. അദ്ദേഹം ഞാനിങ്ങനെ കാറിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളെ മദ്ഹബിൽ ഖുതുബയിൽ സലാത്ത് ചൊല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എടുത്തു പറഞ്ഞ് സലാത്ത് ചൊല്ലണം എന്ന് പറയുന്ന ഒരുപാട് ഇമാമിങ്ങൾ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ എടുത്തു പറഞ്ഞ് സലാത്ത് ചൊല്ലുന്നത് അത് സൂക്ഷ്മതയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ തന്നെ പറഞ്ഞു, ഇവിടെ ഖുതുബ അച്ചടിച്ച് കൊടുക്കുന്ന ഖുതുബയാണ്, അതിലങ്ങനെ ഉണ്ടാവും, സൂക്ഷ്മതയോടുകൂടിയാണ് ഇവിടെ ഖുതുബ ഉണ്ടാക്കാറുള്ളത്, വിവരമുള്ളവരാണ് ഇവിടെ ഖുതുബ ഉണ്ടാക്കുന്നത്, ആ ഖുതുബയിൽ അത് ഉണ്ടാവുന്നത്. എടുത്തു നോക്കുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ട്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എവിടെയും സൂക്ഷ്മത പുലർത്തുന്നത് നല്ലതാണ്. എല്ലാ ഇമാമികളുടെയും അഭിപ്രായത്തിൽ
നമുക്ക് ജായിസ് ആകുന്ന രൂപത്തിലും അതുപോലെ നമുക്ക് സഹീഹാകുന്ന രൂപത്തിലും അമൽ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ചെറിയൊരു ഉദാഹരണത്തിന് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയുകയാണ്. നമ്മുടെ പ്രസംഗത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ നല്ലതല്ലേ? നമ്മളൊക്കെ ഒതുവെടുക്കുന്ന സമയത്ത് തല തടകാറുണ്ട്. നമ്മുടെ നാട്ടിൽ മുമ്പ് തന്നെ ചെറുപ്പത്തിൽ ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, തലയിൽ നിന്ന് അല്പം തടകൽ വുദുവിൻ്റെ ഫർളാണ്. അപ്പോൾ പലരും മനസ്സിലാക്കി കുറച്ചേ തടവാവൂ എന്ന് മനസ്സിലാക്കി. അങ്ങനെ ചിലരൊക്കെ തല തടകുന്ന കോലം എന്ന് പറഞ്ഞാൽ കയ്യിൻ്റെ വിരലുള്ളിൽ നനച്ചിട്ട് ഇങ്ങനെ ഒരു അങ്ങനെ ഉണ്ടല്ലോ, ഈ കടലിൽ നിന്നൊക്കെ മത്സ്യം തട്ടിക്കൊണ്ടുപോകുന്ന ചില പക്ഷികളുണ്ട്. ആ പക്ഷികൾ മത്സ്യം തട്ടിക്കൊണ്ടുപോകുന്ന മാതിരി ഇങ്ങനെ ഒന്നങ്ങ് തട്ടിക്കും. അങ്ങനെയല്ല തല തടകേണ്ടത്. തല തടകേണ്ടത് മുഴുവനുമാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മുഴുവനും തല തടകിയിട്ടല്ലാതെ ഒരിക്കലും വുദു എടുത്തിട്ടില്ല. ഇമാം ഷാഫിഈ റളിയല്ലാഹുവിൻ്റെ ഉസ്താദാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മാലിക് ഇമാം റളിയല്ലാഹുവിൻ്റെ അഭിപ്രായത്തിൽ തല മുഴുവനും തടകിയിട്ടില്ലെങ്കിൽ വുദു തന്നെ സഹീഹല്ല, വുദു തന്നെ സഹീഹാവുകയില്ലെന്നാണ് ഇമാം മാലിക് റളിയല്ലാഹുവിൻ്റെ അഭിപ്രായം. അപ്പോൾ തല മുഴുവനും തടവുകയാണ് വേണ്ടത്. അതിന് വലിയ പണിയൊന്നുമില്ലല്ലോ. വെള്ളം എടുത്തിട്ട് ഒന്നിങ്ങനെ അങ്ങോട്ട് തടകാൻ, ഫുള്ളായിട്ട് തടകാൻ എന്ത് പ്രയാസമുള്ളത്? ഒരു പ്രയാസമില്ലല്ലോ. അപ്പം തല മുഴുവനും തടവുക എന്നതാണ് നമ്മൾ പതിവാക്കേണ്ടത്. വെറും കുറച്ച് മാത്രം തടകലല്ല. കുറച്ച് മാത്രം തടകുമ്പോൾ ചില അപകടങ്ങളുമുണ്ട്, അത് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഉദാഹരണത്തിന് നീണ്ട മുടിയുള്ള ആളുകളാണെങ്കിൽ അവരുടെ മുൻഭാഗത്തുള്ള മുടിയുടെ അല്പഭാഗമാണ് തടകുന്നതെങ്കിൽ ശാഫിഈ മദ്ഹബിൽ തന്നെയും അത് മതിയാകാതെ വരും. തലയുടെ അതിർത്തിയിൽ നിന്ന് പുറത്തേക്ക് വീഴാൻ സാധ്യതയുള്ള അത്തരത്തിലുള്ള മുടിയുടെ അല്പഭാഗം തടകിയാൽ മതിയാവുകയില്ലെന്ന് ഫത്ഹുൽ മുഈൻ പോലുള്ള ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തലയിൽ മുടി ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ തല മുഴുവനുമാണ് തടകേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. നബി സല്ലല്ലാഹുവിൻ്റെ സുന്നത്തുകൾ ധാരാളമായി ജീവിതത്തിൽ എടുക്കുമ്പോഴാണ് നമുക്ക് അല്ലാഹുമായി അടുക്കാൻ സാധിക്കുക. وما تقرب إلي عبدي بشيء أحب إلي مما افترضته عليه ولا يزال عبدي يتقرب إلي بالنوافل حتى أحبه فإذا أحببته كنت سمعه الذي يسمع به وبصره الذي يبصر به ويده التي يبطش بها ورجله التي يمشي بها وإن سألني لأعطينه وإن استعاذني لأعيذنه. ഇമാം ബുഖാരി റിപ്പോർട്ട് ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏത് ദുആക്കും ഉത്തരം തരുന്ന ഒരവസ്ഥാവിശേഷം അല്ലാഹു തആല തരും. അർഹമുർ-റാഹിമീനായ റബ്ബ് നമ്മുടെ ദുആകൾക്കെല്ലാം നമുക്ക് ഉത്തരം നൽകുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതിന്റെ പുറമേയുമായ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, സുന്നത്തായ പ്രവർത്തനങ്ങൾ കൊണ്ട് എൻ്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ സുന്നത്തുകൾ ധാരാളം എടുക്കുമ്പോൾ സുന്നത്തൊക്കെ അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയാനുള്ളതല്ല. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ പ്രത്യേകമായി കൽപ്പിക്കപ്പെട്ടത് എന്നാണ്. പ്രത്യേകമായി കൽപ്പിക്കപ്പെട്ടതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നിർബന്ധം എന്ന് പറഞ്ഞാലോ പ്രത്യേകമായും കണിശമായും കൽപ്പിക്കപ്പെട്ടതിനാണ് നിർബന്ധം എന്ന് പറയുന്നത്. കറാഹത്ത് എന്ന് പറയുന്നത് പ്രത്യേകം വിരോധിക്കപ്പെട്ട സംഗതികൾക്കാണ്. ചില പറയും കറാഹത്തല്ലേ ഉള്ളൂ, അങ്ങനെ പറയാൻ പാടില്ല, കടുത്ത തെറ്റാണ് ആ വാക്ക്. കറാഹത്ത് ചെയ്താലും അങ്ങനെ പറയാൻ പാടില്ല, ചെയ്യാനും പാടില്ല. അഥവാ ഒരു മനുഷ്യൻ അവൻ്റെ ദൗർബല്യം കൊണ്ട് കറാഹത്ത് ചെയ്താലും കറാഹത്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിസ്സാരപ്പെടുത്താൻ പാടില്ല. കാരണം കറാഹത്ത് എന്ന് പറയുന്നത് പ്രത്യേകം വിരോധിക്കപ്പെട്ട സംഗതിക്കാണ് കറാഹത്ത് എന്ന് പണ്ഡിതന്മാർ പറയും. അപ്പോൾ പിന്നെ ഹറാം എന്ന് പറഞ്ഞാലോ പ്രത്യേകം കണിശമായി വിരോധിക്കപ്പെട്ടതിനാണ് ഹറാം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കറാഹത്ത് ചെയ്യേണ്ടവരല്ല, സുന്നത്ത് ഒഴിക്കേണ്ടവരല്ല, പരമാവധി എടുക്കേണ്ടവരാണ്. അള്ളാഹു സുന്നത്തുകൾ ധാരാളമായി എടുത്ത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകും. അങ്ങനെ സുന്നത്തുകൾ എടുക്കുന്നവർക്കാണ് അള്ളാഹുവിന്റെ ഓഫർ. എന്താണ് അവന്റെ ഓഫർ? ഞാൻ അവനെ സ്നേഹിക്കും. സുന്നത്തുകൾ ഫർളിന്റെ പുറമെ സുന്നത്തും കൂടി എടുത്താൽ ഞാൻ അവനെ സ്നേഹിക്കും. ഫൈദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തിശു ബിഹാ വരിജ്ലഹു അല്ലതീ യംശി ബിഹാ. അതിന്റെ നേരെ അർത്ഥം അല്ലാഹു തആല അവന്റെ കാതും കണ്ണും കയ്യും കാലുമാകുമെന്നാണ് നേരെ ഭാഷാർത്ഥം. പക്ഷെ അത് ഉദ്ദേശമല്ല. കാരണം അല്ലാഹു തആല ആരെയും കണ്ണും കാലും ഒന്നാവില്ല എന്ന് ഉറപ്പാണ്. പിന്നെ പറഞ്ഞതിന്റെ ഉദ്ദേശാർത്ഥം എന്താ? അതിന്റെ ഉദ്ദേശാർത്ഥം അവന്റെ കണ്ണ്, അവന്റെ കാത്, അവന്റെ കാല്, അവന്റെ കൈ, അതിനൊക്കെ അല്ലാഹു തആല പ്രത്യേകത കൊടുക്കും എന്നാണ്. അങ്ങനെയുള്ള പ്രത്യേകതകൾ ലഭിച്ച മഹാന്മാർ അവർക്കാണ് വാസ്തവത്തിൽ എത്രയോ അത്ഭുതങ്ങൾ ലോകത്ത് കറാമത്തിന്റെ വിഷയമായി അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. അത്തരം ആളുകളെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പഠിപ്പിച്ചു. അല്ലാഹു പറയുന്നതായി വൈൻ സഅലനീ ലഉതിയന്നഹു, അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുക തന്നെ ചെയ്യും. വൈൻ ഇസ്തആദനീ ലഉഇദന്നഹു, അവൻ എന്നോട് കാവൽ ചോദിച്ചാൽ ഞാൻ കാവൽ കൊടുക്കുക തന്നെ ചെയ്യും. അപ്പൊ അല്ലാഹു തആല ദുആക്ക് ഉത്തരം നൽകുന്ന ഒരു സ്ഥാനം ലഭിക്കാൻ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തണം. പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തന്നെ തിരിക്കട്ടെ. അപ്പൊ തല തടകുന്ന സമയത്ത് തല പൂർണ്ണമായും തടകാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ മാലിക്കി മദ്ഹബ് അനുസരിച്ച് ഒതുവെടുക്കുന്ന സമയത്ത് ദൽകുൽ അഅ്ദാ നിർബന്ധമാണ് എന്ന് പറഞ്ഞ ദൽകുൽ അഅ്ദാ എന്ന് പറഞ്ഞാൽ വെള്ളം ഒലിപ്പിക്കുന്നതോടുകൂടി കയ്യും കൂടി അതിലൂടെ കൊണ്ടുപോവുക.
നമ്മുടെ മദ്ഹബ് അനുസരിച്ച് വെള്ളം ഒലിച്ചാൽ മതി. അതേസമയത്ത് അവിടെ കൈ കൊണ്ടിങ്ങനെ വെള്ളത്തിൻ്റെ കൂടെ കൈ നടത്തണം എന്നില്ല. പക്ഷെ അങ്ങനെ നടത്തിയാലേ വധു ശരിയാവുകയുള്ളൂ എന്നാണ് ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ പക്ഷം. അതുകൊണ്ട് മാലിക് ഇമാം റളിയല്ലാഹുവിന്റെ അഭിപ്രായം അനുസരിച്ചും കൂടി നമ്മുടെ വധു ശരിയാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെ എല്ലാ പണ്ഡിതന്മാരുടെയും അഭിപ്രായം അനുസരിച്ചും നമ്മുടെ അമലുകൾ ശരിയാക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത് അങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയാനല്ല ശ്രമിക്കേണ്ടത്. ആരഭിപ്രായം അനുസരിച്ചും നമ്മുടേത് കറക്റ്റാണ് എന്ന് വരുന്ന രൂപത്തിലാണ് നമ്മൾ പരമാവധി അമലുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, എപ്പോഴും സൂക്ഷ്മത പുലർത്തണം. എല്ലാ സ്ഥലത്തും സൂക്ഷ്മത പുലർത്തണം. ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അദ്ദേഹത്തെ ശത്രുവായി കാണരുത്. ഒരു തെറ്റ് പറയുന്നത് കേട്ടാലും ശത്രുവായി കാണരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്യുന്നവർക്ക് നന്മ ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഇന്നലെ രാവിലെ ഈ ഇരിക്കുന്ന ഉസ്മാൻ സഖാഫി അടക്കം കുറേ ആളുകൾ എന്നെ ടെലിഫോൺ ചെയ്തു. രാവിലെ പൊലച്ചക്ക് വിളിച്ചിട്ട് നമ്മുടെ സിറാജുൽ ഒരു സെക്രട്ടറി വില്യാപ്പള്ളി അബൂബക്കർ പലരും വിളിച്ചിട്ട് ബേജാറോടെ ചോദിക്കും, നിങ്ങൾക്ക് എന്തോ പറ്റിയോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്താ സംഭവം? അല്ല, നിങ്ങൾക്ക് എന്തോ പറ്റിയെന്ന് തന്നെ ഒട്ടാകെ മെസ്സേജാണ് എന്ന്. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും പറ്റിയില്ല, ഞാനിവിടെ ഹോട്ടലിൽ നല്ല സുഖസുന്ദരമായിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ആരാണ് മെസ്സേജ് ഉണ്ടാക്കി നമുക്കറിയില്ല. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനാണല്ലോ, നല്ല നല്ല അമലിങ്ങനെ ഓരോരുത്തർ ചെയ്യാൻ. വാസ്തവത്തിൽ ഏതൊരു മനുഷ്യനും അവനവൻ്റെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇനി ഒരാൾ ദുഷ്കർമ്മം ചെയ്താൽ അദ്ദേഹത്തോട് നമ്മുടെ മനസ്സിൽ ശത്രുത ഉണ്ടാകാൻ പാടില്ല. അദ്ദേഹത്തോട് നമുക്ക് സഹതാപം ഉണ്ടാകാനേ പാടുള്ളൂ. ഒരിക്കലും തന്നെ നമുക്ക് ശത്രുത ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ശത്രുക്കൾ രണ്ടേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് നമ്മുടെ സ്വന്തം ശരീരമാണ്, മറ്റൊന്ന് ശൈത്താനാണ്. ഈ രണ്ട് ശർറിൽ നിന്ന് നമുക്ക് അല്ലാഹു തആല കാവൽ തന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാഹു തആല സാധുക്കളായ നമുക്ക് പരിശുദ്ധ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട്, വെള്ളിയാഴ്ചയുടെ ബറക്കത്ത് കൊണ്ട്, അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല ശൈത്താനിന്റെ ശർറിൽ നിന്നും തടിഹവയുടെ ശർറിൽ നിന്നും കാത്തു സൂക്ഷിക്കപ്പെട്ട നിലക്ക് ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും, നമ്മെ സ്നേഹിക്കുന്നവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ആ വിഷയത്തിൽ മനുഷ്യൻ വിജയിച്ചാൽ അവനാണ് യഥാർത്ഥത്തിൽ വിജയിച്ചവൻ. അത് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസാഹ. സ്വന്തം ശരീരത്തെ സംസ്കരിക്കാൻ, സ്വന്തം ആത്മാവിനെ സംസ്കരിക്കാൻ, സ്വന്തം അവയവങ്ങളെ സംസ്കരിക്കാൻ സാധിച്ചവൻ അവനാണ് യഥാർത്ഥത്തിൽ വിജയം കൈവരിച്ചവൻ. അതിന് നമ്മുടെ ഖൽബ് അല്ലാഹുവിലേക്ക് തിരിയണം. അല്ലാഹുവിലേക്ക് ഖൽബ് തിരിയണം. കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, തടയുന്നവൻ ഒന്നേ ഉള്ളൂ, അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ. ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. രാവിലെയും വൈകുന്നേരവും 10 പ്രാവശ്യം സുബ്ഹിന്റെ ശേഷവും മഗ്രിബിന്റെ ശേഷവും പ്രത്യേകം ചൊല്ലൽ സുന്നത്താണ്. ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. കാരണം കൊടുക്കുന്നവൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ, തടയുന്നവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ ആദരവും ബഹുമാനവും നൽകപ്പെടാൻ അർഹൻ അല്ലാഹു തആല മാത്രമേ ഉള്ളൂ. അങ്ങേയറ്റത്തെ ബഹുമാനം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ബഹുമാനമാണ്. അങ്ങേയറ്റത്തെ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ബഹുമാനം, അതാണ് അങ്ങേയറ്റത്തെ ബഹുമാനം. ആ ബഹുമാനം അല്ലാഹുവിന് മാത്രമേ അർപ്പിക്കാൻ പറ്റൂ. കാരണം വേറെ ആർക്കും അങ്ങേയറ്റത്തെ ഗുണം ചെയ്യാൻ സാധ്യമല്ല. ലോകത്ത് ഏത് രാജാവിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിലും, ഏത് ഡോക്ടറിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിലും, ഏത് മരുന്നിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ടെങ്കിലും, ഏത് എഞ്ചിനീയറിൽ നിന്നോ വക്കീലിൽ നിന്നോ ജഡ്ജിയിൽ നിന്നോ കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ പോലീസിൽ നിന്നോ ഉദ്യോഗസ്ഥരിൽ നിന്നോ പണക്കാരനിൽ നിന്നോ ആരോഗ്യമുള്ളവരിൽ നിന്നോ അല്ലെങ്കിൽ അമ്പിയാക്കളിൽ നിന്നോ അല്ലെങ്കിൽ മലക്കുകളിൽ നിന്നോ ആഖിറത്തിലോ ദുനിയാവിലോ എവിടെ ആർക്ക് എപ്പോഴെന്ത് കിട്ടുന്നുണ്ടെങ്കിലും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതല്ലാതെ ആർക്കും ഒരധികാരവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അധികാരം പോലെ നൽകിയിട്ടില്ല. അവന്റെ അധികാരം പോലെ ആർക്കും ഒരധികാരവും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് കൊടുക്കുന്നവനും തടയുന്നവനും. ആ അല്ലാഹു ജല്ല ജലാലുഹു അവനിലേക്ക് നമ്മുടെ മനസ്സ് തിരിയണം. അവൻ തീരുമാനിച്ചതൊന്നും തന്നെ തടഞ്ഞു വെക്കാൻ ലോകത്താർക്കും സാധ്യമല്ല. അവൻ തീരുമാനിക്കാത്തതൊന്നും തന്നെ നമുക്ക് ലഭ്യമാക്കാൻ ആർക്കും സാധ്യമല്ല. അവന്റെ തീരുമാനപ്രകാരം മാത്രമാണ് മുഴുവൻ വിഷയങ്ങളും നടക്കുന്നത്. സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇ വഇലൈഹി തുർജഊൻ. എല്ലാ വിഷയത്തിന്റെ അധികാരവും അല്ലാഹുവിങ്കൽ മാത്രമാണ്. അവനിലേക്ക് തന്നെയാണ് മുഴുവൻ ആളുകളെയും മടക്കപ്പെടുന്നത്. ആ അല്ലാഹുവിലേക്ക് മനുഷ്യന്റെ മനസ്സ് തിരിഞ്ഞു കിട്ടണം. ആ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയുമ്പോഴാണ് മനുഷ്യന്റെ മനസ്സ് ക്ലിയർ ആകുന്നത്. അപ്പോൾ പിന്നെ ആരോടും വൈരാഗ്യമില്ല, ആരോടും വിദ്വേഷമില്ല. തഖ്വയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ പ്രസംഗത്തിന്റെ തുടക്കത്തിലേ പറഞ്ഞു തുടങ്ങിയത് അതാ. നമ്മുടെ ഖൽബിന് തഖ്വ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് നോമ്പ്, അതിനുവേണ്ടിയാണ് പ്രസംഗം, അതിനുവേണ്ടിയാണ് ഖുർആനോത്ത്, അതിനുവേണ്ടിയാണ് മുഴുവൻ സൽക്കർമ്മങ്ങളും.
നമ്മുടെ ഖൽബിന് തഖ്വ ഉണ്ടാകണം. ആ തഖ്വ നമുക്ക് സമ്പാദിക്കാൻ സാധിച്ചാൽ പിന്നെ ആരോടും വൈരാഗ്യമില്ല. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ എപ്പോഴും കുറ്റം പറയുന്ന ഒരാളുണ്ടായിരുന്നു. എപ്പോഴും ഹസനുൽ ബസ്രി റളിയല്ലാഹുവിന്റെ ഗീബത്ത് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഹസനുൽ ബസ്രി റളിയല്ലാഹുവിനോട് ഒരാൾ പോയി പറഞ്ഞു, നിങ്ങളെ എപ്പോഴും കുറ്റം പറയുന്ന ഒരാളുണ്ട്. ഹസനുൽ ബസ്രി റളിയല്ലാഹുവിന് അദ്ദേഹത്തോട് ഒരു വൈരാഗ്യവും തോന്നിയില്ല, ഒരു വെറുപ്പും തോന്നിയില്ല. മഹാനവറുകൾ ഒരു കൊട്ടയെടുത്തു. ആ കൊട്ട നിറയെ ഈത്തപ്പഴം നിറച്ചു. ഈത്തപ്പഴം നിറക്കപ്പെട്ട ഈ കൊട്ടയെടുത്ത് സ്വന്തം ശരീരത്തിൽ പേറി എടുത്തുകൊണ്ട് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു നടന്നു പോയത് എവിടേക്കാണ്? കുറ്റം പറയുന്ന മനുഷ്യന്റെ വീട്ടിലേക്കാണ്. എപ്പോഴും കുറ്റം പറയുന്ന മനുഷ്യന്റെ വീട്ടിൽ പോയി ഈ ഈത്തപ്പഴവും കൊട്ടയും അദ്ദേഹത്തിന് അങ്ങോട്ട് കൊടുത്തു. അത് കൊടുത്തുകൊണ്ട് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, നീ പലപ്പോഴും എന്നെ കുറ്റം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, നീ ആഖിറത്തിലേക്ക് സമ്പാദിച്ചു വെച്ച ഒരുപാട് സമ്പാദ്യങ്ങൾ, നിന്റെ നിസ്കാരവും അതുപോലെ നിന്റെ സദഖയും നിന്റെ ഖുർആനോത്തും അങ്ങനെ തുടങ്ങി ഒരുപാട് അമലുകൾ, ആ അമലുകളൊക്കെ എൻ്റെ അക്കൗണ്ടിലേക്ക് നീ മാറ്റുന്നതായി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നിന്റെ സൽക്കർമ്മങ്ങൾ ഒരുപാട് എൻ്റെ അക്കൗണ്ടിലേക്ക്, എനിക്ക് എൻ്റെ പേരിലേക്ക് നീ മാറ്റുന്നതായി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതിനാൽ ഇങ്ങനെ ഒരുപാട് ഹദിയകൾ, നീ ആഖിറത്തിലേക്ക് സമ്പാദിച്ചു വെച്ച വസ്തുക്കൾ എനിക്ക് നീ ഹദിയയായി കൊടുത്തേക്കുന്നു എന്ന് കേട്ടപ്പോ ഞാൻ ദുന്യാവിലേക്ക് സമ്പാദിച്ചു വെച്ച കുറച്ച് ഈത്തപ്പഴം നിനക്ക് ഹദിയയായി കൊണ്ടുവന്നു തരാൻ വേണ്ടി വന്നതാണ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഈത്തപ്പഴത്തിന്റെ കൊട്ട അദ്ദേഹത്തിന് ഹദിയ കൊടുത്തു. ഒരു വൈരാഗ്യവും അദ്ദേഹത്തോടുണ്ടായില്ല. കാരണം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. കാരണം അദ്ദേഹം നിസ്കരിച്ച നിസ്കാരം, അദ്ദേഹം കൊടുത്ത സദഖ, അദ്ദേഹം ചൊല്ലിവെച്ച ദിക്ർ, ഇതൊക്കെ നമ്മളെ പേരിലേക്ക് ആക്കി തരിക എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയാണോ? അതുകൊണ്ടാണ് മഹാന്മാരായ ചില ആളുകൾ പറഞ്ഞത്, ഞാൻ ഒരൊറ്റ മനുഷ്യനെയും കുറ്റം പറയൂല, ഒരാളെയും ഞാൻ ഗീബത്ത് പറയൂല, അഥവാ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഉമ്മാന്റെ ഗീബത്ത് മാത്രമേ ഞാൻ പറയൂ. അപ്പൊ ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ എന്തൊരാളാ ഉമ്മാന്റെ ഗീബത്ത് പറയും? അതെ, എന്നാ എൻ്റെ നിസ്കാരവും സദഖയൊക്കെ ഉമ്മാക്കല്ലേ കിട്ടുള്ളൂ, പുറത്തു പോകില്ലല്ലോ. എനിക്ക് ഉമ്മാനോട് വലിയ സ്നേഹമാണ് എന്ന് പറഞ്ഞു അദ്ദേഹം. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, ഒരിക്കലും തന്നെ മറ്റൊരാളെ കുറ്റം പറഞ്ഞ് നമ്മുടെ അമലുകൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. പരിശുദ്ധ റമളാനിലെ നോമ്പ്, മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമഹു വശറാബാ. ഒരു മനുഷ്യൻ അനാവശ്യമായ സംസാരങ്ങളും അതുപോലെ തന്നെ അനാവശ്യമായ വാക്കുകളും കൈയൊഴിക്കാൻ റമളാനിൽ തയ്യാറാകുന്നില്ലെങ്കിൽ അള്ളാഹുവിന് അവൻ ഭക്ഷണവും വെള്ളവും ഒന്നും ഒഴിക്കേണ്ട യാതൊരാവശ്യവും ഇല്ല. എന്താണ് ആ പറഞ്ഞതിനർത്ഥം? നമ്മുടെ നോമ്പ് കൊണ്ട് അള്ളാഹുവിന് ഒന്നും കിട്ടാനില്ല. അള്ളാഹുവിന് ഒന്നും നമ്മുടെ നോമ്പ് കൊണ്ട് കിട്ടാനില്ല. ഈ പാവപ്പെട്ട എൻ്റെ പ്രസംഗം അള്ളാഹുവിന് ആവശ്യമില്ല. ഈ പാവപ്പെട്ട ഞാനും അള്ളാഹുവിന് ആവശ്യമില്ല. നിങ്ങളും ആവശ്യമില്ല. ഗനിയ്യുൻ അനിൽ ആലമീൻ. സർവ സൃഷ്ടികളിൽ നിന്നും ഐശ്വര്യമുള്ളവനാണ് അല്ലാഹ്. നമ്മുടെ അമലുകൾ അല്ലാഹുവിന് ആവശ്യമില്ല, നമ്മളും അല്ലാഹുവിന് ആവശ്യമില്ല. പല ആളുകൾക്കും ചിലപ്പോൾ തോന്നും എൻ്റെ സദഖ കൊണ്ടാണ് ദീന് നിലനിൽക്കുന്നത്, എനിക്ക് ചിലപ്പോൾ തോന്നും എൻ്റെ പ്രസംഗം കൊണ്ടാണ് ദീന് നിലനിൽക്കുന്നത്, വേറെ ചിലർക്ക് തോന്നും എൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ദീന് നിലനിൽക്കുന്നത്. വേണ്ട വേണ്ട, അള്ളാഹുവിന് എൻ്റെ ആവശ്യമില്ല, നിന്റെ ആവശ്യമില്ല, ഒരാളെ ആവശ്യവും അള്ളാഹുവിനില്ല. അതേ സമയത്ത് അല്ലാഹു ഹുവൽ ഗനിയ്യു, അല്ലാഹു തആല ഐശ്വര്യമുള്ളവനാണ്. അൻതുമുൽ ഫുഖറാ, നിങ്ങളാണ് അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവർ. നമുക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ആവശ്യമുണ്ട്, അവന്റെ മഗ്ഫിറത്ത് ആവശ്യമുണ്ട്, അവൻ നരകത്തിൽ നമ്മെ മോചിപ്പിക്കേണ്ടതുണ്ട്, അവൻ നമുക്ക് സ്വർഗം സമ്മാനം തരേണ്ടതുണ്ട്, അവനെ കാണാനുള്ള ഭാഗ്യം അവൻ നമുക്ക് നൽകേണ്ടതുണ്ട്. അല്ലാഹുവിലേക്ക് ഓരോ സെക്കൻഡിലും നമുക്ക് ആവശ്യമുണ്ട്. ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഓക്സിജൻ ഒരു സെക്കൻഡ് ശ്വാസം മുട്ടിയാൽ നമുക്ക് നിലനിൽപ്പില്ല. ഹാർട്ടിന്റെ പ്രവർത്തനം ഒരു സെക്കൻഡ് നിലച്ചു പോയാൽ നമ്മുടെ വേദന നമുക്ക് സഹിക്കാൻ സാധ്യമല്ല. നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട വിസർജന വസ്തുക്കൾ അപ്പോൾ അത് കൃത്യമായി പോയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. കഴിക്കുന്ന ഭക്ഷണം ദഹിച്ചില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഓരോ സെക്കൻഡിലും യജമാനനായ റബ്ബിലേക്ക് ആവശ്യമുള്ളവനാണ് അടിമ. ഉടമയായ റബ്ബിന് ഒരടിമയുടെയും ഒരാവശ്യവും ഇല്ല. വനിയ്യുൻ അനിൽ ആലമീൻ. പക്ഷേ
ഉടമസ്ഥനായ റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി അവൻ നമുക്ക് പഠിപ്പിച്ചു തന്ന 1000 സൽക്കർമ്മങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിരിക്കെ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ സ്വർഗത്തിൽ ഒരു ഈത്തപ്പഴം നട്ടതാണെന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കെ ഒരു അൽഹംദുലില്ലാഹ് ചൊല്ലിയാൽ അത് നമ്മുടെ മീസാനിൽ വലിയ തൂക്കം കിട്ടുന്നതാണെന്ന് നമ്മളെ പഠിപ്പിച്ചിരിക്കെ ഒരു സലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബിഹാ അസറ 10 നന്മ അല്ലാഹു തആല നൽകുമെന്ന് നമ്മളെ പഠിപ്പിച്ചിരിക്കെ പരിശുദ്ധ ഖുർആനിൽ ഒരു ഒറ്റ അക്ഷരം ഓതിയാൽ 10 പ്രതിഫലം ലഭിക്കുമെന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കെ ഇത്തരത്തിലുള്ള 1000 സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് ഈ ഭൂമിയിൽ അല്ലാഹു തആല അവന്റെ ഭക്ഷണം തന്ന്, അവന്റെ വെള്ളം തന്ന്, അവന്റെ ഓക്സിജൻ തന്ന്, അവൻ ആരോഗ്യം തന്ന്, സർവ്വ നിഅമത്തുകളും ചെയ്തു തന്ന് സൗകര്യം ചെയ്തിരിക്കെ ആ ഭാഗത്തേക്ക് തിരിക്കേണ്ട നമ്മുടെ നാവ്, ആ ഭാഗത്തേക്ക് തിരിക്കേണ്ട നമ്മുടെ കണ്ണ്, മുസ്ഹഫ് എടുത്ത് ഇങ്ങനെ മറച്ചു നോക്കിയാൽ തന്നെ പുണ്യമാണ്, കഅബയിലേക്ക് നോക്കിയാൽ അത് പുണ്യമാണ്, ആലിമീങ്ങളെ മുഖത്ത് നോക്കിയാൽ അത് പുണ്യമാണ്, ബാപ്പയുടെയും ഉമ്മയുടെയും മുഖത്ത് സന്തോഷത്തോടെ നോക്കിയാൽ അത് പുണ്യമാണ്, സന്തോഷിപ്പിക്കുന്ന വിധം ഭാര്യയുടെ മുഖത്ത് നോക്കിയാലും ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയാലും പുണ്യമാണ്. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ധർമ്മമാണ്. ഈ നിലക്ക് പഠിപ്പിച്ച ഒരുപാട് പുണ്യങ്ങൾ ഓരോ അവയവങ്ങൾ കൊണ്ടും ചെയ്യാനുണ്ടെങ്കിലും അതിന് പകരം അല്ലാഹു തആല വിരോധിച്ച ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദുമൊക്കെ നമ്മുടെ നാവിലൂടെ വരുന്നുവെങ്കിൽ അവനവൻ ചിന്തിക്കണം, എൻ്റെ മനസ്സിനെന്തോ ദോഷം സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ മനസ്സ് ചീത്തയായിട്ടുണ്ട്. മനസ്സ് ചീത്തയാകുമ്പോഴാണ് നാവിലൂടെ മോശമായ വാചകങ്ങൾ വന്ന് വീഴുന്നത്. മനസ്സിലെന്താണോ ഉള്ളത് അതല്ലേ നാവിലൂടെ വന്ന് ചേരുന്നത്. മനസ്സിന് ദേഷ്യം പിടിക്കുമ്പോൾ നാവിലൂടെ പലതും പറയുന്നത് നിങ്ങൾ കാണുന്നില്ലേ? മനസ്സും നാവും തമ്മിൽ വലിയ ബന്ധമാണ്. ഇതിന്റെ പുറമെ ഒന്നുകൂടി പറയട്ടെ, നാവ് എന്ന് പറയുന്ന വസ്തു ആ നാവിലൂടെ ദിക്ർ വർദ്ധിപ്പിക്കുമ്പോ, സ്വലാത്ത് വർദ്ധിപ്പിക്കുമ്പോ, ഖുർആനോത്ത് വർദ്ധിപ്പിക്കുമ്പോ, നല്ല കാര്യങ്ങൾ വർദ്ധിപ്പിക്കുമ്പോ തിരിച്ച് അത് മനസ്സിലേക്ക് എത്തിച്ചേരുകയും മനസ്സ് ശുദ്ധിയാവുകയും ചെയ്യുന്നു. മനസ്സും നാവും തമ്മിൽ വലിയ അഭേദ്യമായ ബന്ധമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ടെലിഫോൺ നമ്പർ കാണാതെ അറിയാം. ടെലിഫോൺ നമ്പർ നമ്മൾ മനഃപ്പാഠം പഠിക്കാറുണ്ട്. അതെങ്ങനെ മനഃപ്പാഠം പഠിക്കുക? നാവ് കൊണ്ട് കുറേ പറയുമ്പോൾ മനഃപ്പാടാവും, നാവ് കൊണ്ട് കുറേ പറയുമ്പോൾ മനഃപ്പാടാവും. അപ്പോൾ നാവും മനസ്സും തമ്മിൽ വലിയ ബന്ധമാണ്. നാവ് കൊണ്ട് കുറേ ഉച്ചരിക്കുമ്പോൾ അത് മനസ്സിൽ പതിയുകയാണ്. മനസ്സും നാവും തമ്മിൽ വളരെ ബന്ധമാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളെ നാദാപുരത്ത് കല്ലാച്ചിയിൽ ഉണ്ട് അബ്ദുസ്സലാം ഡോക്ടർ, നല്ല ഡോക്ടർ, നല്ല ദീനുള്ള ഒരാളാണ്. ഞാനിപ്പോൾ അടുത്ത് എൻ്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ അല്ലാഹു തആല മരിച്ചുപോയ എല്ലാവരും ഖബറിനെയും സന്തോഷത്തിലാണ്. ഉമ്മ മരിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ കണ്ണൂർ കാണാൻ വേണ്ടി വന്നു. കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്. ഭാര്യ വന്നത് എൻ്റെ ഭാര്യ പോകുമ്പോൾ തന്നെയാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മുഖമൂടി ധരിച്ചിട്ട് കണ്ണ് മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ. ഞാനിങ്ങനെ ആലോചിച്ച്, പഠിച്ചോനെ എൻ്റെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ആകെ മുഖമൂടി ഇട്ടിട്ട് പോകുന്ന ആളുകൾ, എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നവർ അങ്ങനെ പോലും, അങ്ങനെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ എൻ്റെ നാട്ടിൽ. പക്ഷെ അദ്ദേഹം ഒരു MD ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മുഖമൂടി ധരിച്ചിട്ടാണ് വീട്ടിൽ കണ്ണോക്കന് വന്നത്. അല്ലാഹു തആല അദ്ദേഹത്തിന് നമുക്കൊക്കെ നല്ല കാര്യം ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. പറഞ്ഞപ്പോൾ ഇടക്ക് പറഞ്ഞാണ്, പലർക്കും അറിയാം അദ്ദേഹത്തെ. അപ്പോൾ സലാം ഡോക്ടർ അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഞങ്ങൾ ഡോക്ടർമാർ കൂടിയിട്ട് ചെറിയ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ ഓരോ പണ്ഡിതന്മാരെ കൊണ്ടുവന്നിട്ട് ക്ലാസ് എടുപ്പിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കെയർ ഓഫിൽ ചിലപ്പോൾ ഞാൻ സിറാജുൽ ഹുദയിലെ ദേവ കോളേജിലെ എൻ്റെ മാനേജർ റാഷിദ് ബുഖാരിയെ വിളിക്കും. അദ്ദേഹം ഒരു MA കാരനാണ്, അതോടുകൂടെ തന്നെ ബിരുദം എടുത്ത ആളാണ്. അൽഹംദുലില്ലാ, നമ്മുടെ ദീനീ സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോൾ നല്ല മാറ്റങ്ങളും ഒരുപാട് പുരോഗതികളും ഉണ്ടായിട്ടുണ്ട്. സിറാജുൽ ഹുദയുടെ കീഴിൽ തന്നെ അൽഹംദുലില്ലാ 8,000-ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന കുട്ടികളിൽ അൽഹംദുലില്ലാ ദഅവാ കോളേജിൽ ഇപ്പോൾ ഡിഗ്രിക്ക് എഴുതിയ മുഴുവൻ കുട്ടികൾ ഡിഗ്രി പാസ്സായിട്ടുണ്ട്. അതോടുകൂടെ തന്നെ അവർ ഇൽമും പഠിക്കുന്നുണ്ട്. ഇതേ വേഷത്തിൽ വെള്ള കുപ്പായവും തലയെക്കൊട്ടൊക്കെ കെട്ടിയിട്ട് തന്നെ പഠിക്കും. ചിലർക്ക് ഉദാഹരണം ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ കുപ്പായമൊക്കെ മാറ്റണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അവർ ഡിഗ്രി എടുത്തു, PG എടുക്കുന്നു. PG ക്ക് എഴുതുന്ന കുറേ കുട്ടികളുണ്ട്. അവരുടെ ഉസ്താദുമാരും ഏകദേശം PG എടുത്ത പണ്ഡിതന്മാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അദ്ദേഹത്തെ പറഞ്ഞു വെച്ചു നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന് ഖൈറാകുന്ന നിലക്ക് പുരോഗമിപ്പിച്ച് നിർമാറാകണം. സിറാജുൽ ഹുദയുടെ കീഴിൽ 8,000-ഓളം കുട്ടികൾ വിവിധ സ്ഥലങ്ങളിലായി പഠിക്കുന്നുണ്ട്. ഈ പല സ്ഥലങ്ങളിലായി അതിൻ്റെ സ്ഥാപനങ്ങളുണ്ട്. അർഹമുർ റഹീമിനായ റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് ഈ പ്രാവശ്യം 3 സ്ഥലത്ത് SSLC പരീക്ഷ എഴുതിയ CBSE സിലബസ് പ്രകാരം നാദാപുരത്ത്, പാറക്കടവ്, കുറ്റിയാടി 3 സ്ഥലത്ത് മുഴുവൻ കുട്ടികളും ഡിസ്റ്റിങ്ഷൻ വാങ്ങി. ഒരൊറ്റ കുട്ടിയോ അതിൻ്റെ ചോടയില്ല, എല്ലാ കുട്ടികളും ഡിസ്റ്റിങ്ഷൻ കിട്ടി. 13 കുട്ടികൾക്ക് എല്ലാ വിഷയത്തിലും 100-100 മാർക്ക് കിട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തുകളൊക്കെ നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ.
അതും ഒരു ഇതാണ്. ചിലർക്കൊരു ധാരണ ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുമ്പോൾ മതപരമായ കാര്യമൊന്നും പഠിച്ചാൽ പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പാസ്സാവില്ല എന്നൊരു ധാരണ ഉണ്ട് ചിലർക്ക്. അൽഹംദുലില്ലാ നമ്മുടെ സ്കൂളുകളിൽ മുഴുവനും മദ്രസാ പഠനം കൊടുക്കുന്നുണ്ട്. എല്ലാ സ്കൂളിലും മദ്രസാ പഠനം പൂർണ്ണമായി കൊടുക്കുന്നുണ്ടെന്ന് മാത്രമല്ല 10ാം ക്ലാസ് വരെ മദ്രസ എഴുതിയിട്ട് കുട്ടികളെ ജയിപ്പിക്കുന്നുണ്ട്. ഏകദേശം കുട്ടികൾക്കും റാങ്കും മറ്റും കിട്ടാറുണ്ട്. അപ്പോൾ ചിലർക്ക് ധാരണയാണ് ഒന്നുണ്ടാകുമ്പോൾ മറ്റുണ്ടാവില്ല. അങ്ങനെ ഒരു ധാരണ വേണ്ട. നമ്മൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ത്വരീഖത്ത് സ്വീകരിക്കണം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഭാഗത്ത് ദുനിയാവിൻ്റെ രംഗത്ത് ഭരണാധികാരിയാണ്, ലോകം അടക്കി ഭരിച്ച ഭരണാധികാരിയാണ്, വലിയ പണക്കാരനാണ്. അതേസമയത്ത് തഖ്വയുടെ രംഗത്ത് ഏത് നിഅമത്ത് കിട്ടുമ്പോഴും ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെൻ്റെ റബ്ബ് തന്നതാണ് എന്ന ചിന്തയിൽ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടുള്ള ജീവിതമാണ്. ഇത് നമ്മളും മനസ്സിലാക്കണം. പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നവരുടെ മക്കൾ നാട്ടിൽ പഠിക്കുന്നുണ്ടാകും പല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ. അവർക്ക് മദ്രസാ പഠനം കിട്ടുന്നുണ്ടോ നോക്കണം. പല സ്ഥലങ്ങളിലും അത് കിട്ടുന്നില്ല. ഞാൻ 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടത്തുന്നുണ്ട്. കാരണം ഈ ഒറ്റ കാരണം കൊണ്ടാണ്. പല മുസ്ലിങ്ങളുടെയും മക്കൾ കൊണ്ടുപോയി എവിടെയെങ്കിലും ചേർത്തിട്ട് ഫാത്തിഹ പോലും അറിയാതെ, നിസ്കാരത്തിൻ്റെ ഫർള് പോലും അറിയാതെ, അതുപോലെ തന്നെ വുളു എടുക്കുന്നത് അറിയാതെ, ഒരു കാര്യവും അറിയാതെ വെറും ഇംഗ്ലീഷ് പഠിച്ചാൽ മതി എന്നൊരു ധാരണ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓല ഷെഡ് കെട്ടി നമുക്കതൊന്നും കഴിയില്ലല്ലോ. ഓല ഷെഡ് കെട്ടി പണക്കാർ തുടങ്ങുമ്പോഴല്ലോ ഓല ഷെഡ് കെട്ടി തുടങ്ങി. അപ്പോൾ പലരും ചോദിച്ചു മുസ്ലിംമാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തി എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു. അൽഹംദുലില്ലാ ഇപ്പോൾ അൽഹംദുലില്ലാ ഞാൻ പറഞ്ഞല്ലോ 3 സ്കൂളിൽ മുഴുവൻ കുട്ടികളും ഡിസ്റ്റിങ്ഷൻ വാങ്ങി. അതുപോലെ തന്നെ 13 കുട്ടികൾക്ക് 100 മാർക്ക് എല്ലാ വിഷയത്തിലും കിട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനീ സ്ഥാപനങ്ങളും നമ്മുടെ മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ അല്ലാഹു തആല പുരോഗമിപ്പിച്ച് തരുമാറാകട്ടെ. അത് ദീനിന് ഉപകരിക്കുന്നതായി അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ 250ഓളം കുട്ടികൾ ഖുർആൻ മനപ്പാഠമാക്കുന്ന കുട്ടികളുണ്ട്. അതേ സമയത്ത് തന്നെ ഒരു സ്കൂൾ പഠിക്കുന്നുണ്ട്. അവരൊക്കെ SSLC പരീക്ഷയിൽ ജയിച്ചിട്ടുണ്ട്. 1000ഓളം കുട്ടികൾ താമസിച്ച് പഠിക്കുന്നതിൽ 250ഓളം കുട്ടികൾ ഇപ്പോഴും അവിടെ തന്നെ താമസിച്ച് റമദാനിലും പഠിക്കാൻ അവർക്ക് സ്കൂളും കൂടി പോകണം. അവർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അർഹമുർ റഹീമിനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കുട്ടികൾക്കും നമുക്കും നാഫിയ ഇൽമി ഏറ്റി തരുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് മുഴുവൻ വിഷയങ്ങളും നടന്നു പോകുന്നത്. അൽഹംദുലില്ലാ സിറാജുൽ ഹുദക്ക് അല്ലാഹു തആല വലിയ ബർക്കത്ത് തന്നിട്ടുണ്ട്. ഏത് പ്രദേശങ്ങളിലുള്ളവരും സിറാജുൽ ഹുദയിലേക്ക് വലിയ വലിയ സംഖ്യകൾ പല വിഷയത്തിലും നേർച്ച ചെയ്യാറുണ്ട്. വലിയ ഫലങ്ങളും അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാസത്തിൽ നമ്മുടെ നാട്ടിൽ ഞാൻ അവിടെ കുറ്റ്യാടിയിൽ സീറ്റിലുണ്ടെങ്കിൽ, അവിടെ റൂമിലുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് തരും. ഏകദേശം ഒരു 10 ലക്ഷം ഉറുപ്പിയുള്ള ഒരു മാസത്തിൽ നേർച്ച കിട്ടാറുണ്ട്. പക്ഷേ 30 ലക്ഷം ഉറുപ്പിയുള്ള ഒരു മാസത്തിൽ ചെലവിന് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ വഴികൾ അല്ലാഹു തആല തന്നെ തുറന്നു തരുമാറാകട്ടെ. ഒരുപാട് വിഷയങ്ങൾ ദീനിയായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഡോക്ടർ അബ്ദുസലാം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങളങ്ങനെ ഓരോരുത്തരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കും. ഒരു പ്രാവശ്യം ഒരാൾ പ്രസംഗിക്കാമെന്ന് വേറെ ആൾ കൊണ്ടുവന്നതാണ്. വന്ന ഉടനെ തന്നെ ആദ്യത്തെ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം റമദാൻ മാസത്തിൽ നോമ്പിൻ്റെ നിയ്യത്ത്, ആ നിയ്യത്ത് ആരും നാവ് കൊണ്ട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. നാവ് കൊണ്ട് ആരും അത് പറയാൻ പാടില്ല. അത് കാര്യമായിട്ടൊരു ക്ലാസ് എടുത്തുകയാണെന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞാണ്. അപ്പം എന്താ പ്രശ്നം? നാവ് കൊണ്ട് നിയ്യത്ത് പറഞ്ഞാൽ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞു പോവോ? ഇല്ല. പണ്ഡിതന്മാർ പറഞ്ഞു ലിസാനുൽ ഖൽബ, ഹൃദയത്തിനെ സഹായിക്കാനുള്ളതാണ് നാവ്. നാവ് കൊണ്ട് പറഞ്ഞാൽ മനസ്സിൽ ഒന്നുകൂടി പതിയും. മനസ്സിൽ നിയ്യത്ത് ചെയ്യുക എന്നത് നിർബന്ധമാണ്. റമദാനിൽ രാത്രി നാളെ ഫർളായ റമദാൻ നോമ്പെടുക്കുന്നുവെന്ന് മനസ്സിൽ കരുത്തുണ്ടായിരിക്കൽ നിർബന്ധമാണ്. വിശദമായ നിയ്യത്തിനെ വൈത്തു സൗമഗദിൻ അന്നദാഇ ഫർള് റമദാനി ഹാദിഹി സനതി ലില്ലാഹി തആല എന്ന് പൂർണ്ണമായ നിയ്യത്താണത്. എല്ലാ അഭിപ്രായം അനുസരിച്ചും ആ നിയ്യത്ത് പരിപൂർണമാണ്. ആ നിയ്യത്ത് അത് മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ് വേണ്ടത് രാത്രി. പക്ഷേ അതൊന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ ആകാശൊടിഞ്ഞു പൊളിഞ്ഞു പോവോ? മനസ്സിലൊന്നും കൂടി പതിയും. നാവ് കൊണ്ട് പറഞ്ഞാൽ മനസ്സിൽ പതിയും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടെലിഫോൺ നമ്പർ മനസ്സിൽ പതിയാൻ വേണ്ടി നാവ് കൊണ്ട് കുറേ പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു. അപ്പൊ ടെലിഫോൺ നമ്പർ നമുക്ക് മനപ്പാടമായി. സൂറത്ത് യാസീൻ മനപ്പാടുള്ള ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ടാകും. സൂറത്ത് യാസീൻ 7 ദിവസം ഞാൻ യാസീൻ സൂറത്ത് മാത്രം പ്രസംഗിച്ചിട്ടുണ്ട് നാദാപുരത്ത്. അതിൻ്റെ CD ഇറങ്ങിയിട്ടുണ്ട്. കിട്ടുമ്പോൾ നിങ്ങൾ വാങ്ങി കേൾക്കണം. സൂറത്ത് യാസീൻ തുടക്കം മുതൽ അവസാനം വരെ. ഇന്നിവിടെ നേരത്തെ ഖുർആൻ ഖിറാഅത്ത് അവതരിപ്പിച്ച് ഇവിടുത്തെ ഇമാമ് അദ്ദേഹം സൂറത്ത് യാസീനിൻ്റെ ഒരു ഭാഗമാണ് ഓതിയത്. എന്താ ഓതിയതിൻ്റെ മഅന എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നല്ലതല്ലേ? സൂറത്ത് യാസീൻ മരണം ഹാജരായവരുടെ സമീപത്ത് ഓതൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ മരിച്ച സ്ഥലത്ത് പോതൽ അത് നല്ലതാണെന്ന് ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. മൻ ഖറഅ സൂറത്ത് യാസീൻ കതബല്ലാഹു ലഹു ഖിറാഅത്തുൽ ഖുർആനി 10 മർറാത്ത്. 10 പ്രാവശ്യം ഖുർആൻ ഓതിയ പ്രതിഫലം ഒരു യാസീൻ സൂറത്ത് ഓതിയാൽ കിട്ടുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സൂറത്ത് യാസീനിൽ എന്താ പറയുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നല്ലതല്ലേ? സൂറത്ത് യാസീനിൽ പറയുന്നതൊക്കെ 7 ദിവസത്തെ പ്രസംഗം കൊണ്ടോ 700 ദിവസത്തെ പ്രസംഗം കൊണ്ടോ 7000 ദിവസത്തെ പ്രസംഗം കൊണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. പക്ഷേ ഏറ്റവും ചെറിയ ഒരു വിവരണം 7 ദിവസം ഞാൻ സൂറത്ത് യാസീൻ മാത്രം പ്രസംഗിച്ച CD ഉണ്ട്. നിങ്ങളത് കേട്ടു നോക്കണം.
അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ 7 ദിവസം സൂറത്ത് ഫാത്തിഹ മാത്രം ഞാൻ പ്രസംഗിച്ച CD ഉണ്ട്, കേട്ടു നോക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ പരിശുദ്ധ ഖുർആനിലെ പല ഭാഗങ്ങളും പലപ്പോഴും പ്രസംഗിച്ച CD-കളുണ്ട്, നിങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. സഹോദരന്മാരെ, ഈ സൂറത്ത് യാസീൻ, ആ യാസീൻ സൂറത്ത് അത് നമ്മൾ മനഃപ്പാടമാക്കിയത് നാവ് കൊണ്ട് കുറേ പ്രാവശ്യം ഓതിയപ്പോഴാണ്. അപ്പൊ നാവ് കൊണ്ട് പറയുന്നത് മനസ്സിൽ പതിയും. ഇതുകൊണ്ട് തന്നെ നാവ് കൊണ്ട് എപ്പോഴും ദിക്ർ ചൊല്ലുന്നവൻ, എപ്പോഴും സലാത്ത് ചൊല്ലുന്നവൻ, എപ്പോഴും ഖുർആൻ ഓതുന്നവൻ, അവന്റെ മനസ്സ് തെളിഞ്ഞുകൊണ്ടേയിരിക്കും, മനസ്സ് ക്ലിയർ ആയിക്കൊണ്ടേയിരിക്കും. അസൂയ ഉണ്ടാകാതെ, അഹങ്കാരമുണ്ടാകാതെ, വിദ്വേഷമുണ്ടാകാതെ, വൈരാഗ്യമുണ്ടാകാതെ, ആരോടും വെറുപ്പില്ലാതെ ഏത് ആക്രമിച്ചവനും വിട്ടുവീഴ്ച ചെയ്യുന്ന മനസ്സ്. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരിക്കുമ്പോൾ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു, ബൽഖാക്കാരൻ, ബൽഖാ പട്ടണക്കാരനാണ്, വലിയ മഹാനാണ്. ഒരു ദിവസം പെട്ടെന്ന് അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കയറി ചെന്നു. മൂപ്പർക്ക് ആളെ മനസ്സിലായില്ല. ആരാണ്, എവിടുന്നാണ് എന്ന് ചോദിച്ചു. ഞാൻ ബൽഖ എന്ന് പേരാണ് ചോദിച്ചു. ശഖീഖുൽ ബൽഖിനെ അറിയുമെന്ന് ചോദിച്ചു. അറിയും തന്നെ. അദ്ദേഹത്തിന്റെ ആൾക്കാർ ഒക്കെ രൂപം എന്താണ്, സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ ആൾക്കാർ കിട്ടാതിരുന്നാൽ വളരെയേറെ ക്ഷമിക്കുന്ന ആളുകളാണ്, കിട്ടിയാൽ വളരെയേറെ നന്ദി കാണിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു പറഞ്ഞു, നമ്മളെ നാട്ടിലെ നായ്ക്കളും അങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിച്ചു. കിട്ടാതിരുന്നാൽ ക്ഷമിക്കൂലേ, കിട്ടിയാ പാലാട്ടൂലേ, ഇത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പരോട് വന്ന ആൾ ചോദിച്ചു, അല്ല എന്നാ പിന്നെ എങ്ങനെയാ വേണ്ടത് എന്ന് ചോദിച്ചു. വേണ്ടതോ, വേണ്ടത് ഇതാ മുനിഊശക്കറു, കിട്ടാതിരുന്നാൽ തന്നെ നന്ദി കാണിക്കണം. കിട്ടാതിരുന്നാൽ തന്നെ നന്ദി കാണിക്കണം. കിട്ടിയാൽ നന്ദി കാണിക്കലല്ല, കിട്ടിയില്ലെങ്കിൽ തന്നെ നന്ദി കാണിക്കണം. കിട്ടിയാലോ, കിട്ടിയാൽ കിട്ടിയത് ഞാൻ എടുക്കണമെന്ന് വിചാരിക്കുന്നതിന് പകരം കിട്ടിയത് വേറുള്ളവർക്ക് കൊടുക്കണമെന്ന് വിചാരിക്കണം. അവിടെയാണ് പരിപൂർണത എന്ന് അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ സഹോദരന്മാരെ, നമ്മുടെ മനസ്സ് വളരെ വിശാലമായിരിക്കണം. അല്ലാഹുവിന്റെ സാലിഹീങ്ങളുടെ മനസ്സ് വളരെ വിശാലമായ മനസ്സാണ്. ആരോടും വൈരാഗ്യവും വിദ്വേഷവും ഒന്നും വെച്ച് ജീവിക്കരുത്. ആരെന്ത് ചെയ്താലും അതൊക്കെ മറന്നു കളയണം. നമുക്ക് ഏറ്റവും പ്രധാനമായി റമദാനിൽ ചൊല്ലാനുള്ള ഒരു ദിക്റാണ്, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ലൈലത്തുൽ ഖദറാണെന്ന് അറിയപ്പെട്ടാൽ, ലൈലത്തുൽ ഖദറാണെന്ന് അറിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ പ്രത്യേകമായി പറഞ്ഞു കൊടുത്ത ദിക്റാണ് അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ഈ ദിക്ർ വർദ്ധിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. സഹോദരന്മാരെ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നീ, എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ. ഈ അർത്ഥം വരുന്ന ദിക്ർ വർദ്ധിപ്പിക്കാനാ പറഞ്ഞ ലൈലത്തുൽ ഖദറാണെങ്കിൽ തന്നെ. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണത്. ആ ദിക്റിന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചോ. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്. നമ്മക്ക് വിട്ടുവീഴ്ചയോട് യാതൊരു താല്പര്യമില്ല, അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. ആ രൂപത്തിൽ അള്ളാഹിനോട് ഇത് പറയാൻ പറ്റുമോ? അപ്പൊ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം. അപ്പോൾ ഇതുവരെ റമദാന്റെ മുമ്പ് ദേഷ്യം പിടിച്ചിട്ട് ഭാര്യനെ ടെലിഫോൺ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഫോൺ ചെയ്യണം. കൂടുതൽ സമയം സംസാരിച്ചിട്ടുള്ള പൈസ തീർക്കണ്ട, കുറഞ്ഞ സമയം സംസാരിച്ചാൽ മതി. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും കുടുംബത്തിൽപ്പെട്ട ആളുകളുമായി തെറ്റ് ജീവിക്കുന്നവരുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം. അവരെ ടെലിഫോണിലോ അല്ലാതെയോ ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യണം. ഇങ്ങോട്ട് തെറ്റ് ചെയ്തവർക്കൊക്കെ വിട്ടുവീഴ്ച ചെയ്യണം. അപ്പൊ പിന്നെ ഞാനൊരു മോശക്കാരനാവൂലേ, ഞാൻ അവരെ മുമ്പിൽ താണു പോകൂലേ? അതിന്റെ പേരാ കിബിർ എന്ന് പറഞ്ഞത്. താഴ്ത്തുന്നവനും ഉയർത്തുന്നവനും അള്ളാഹുവാണ്. അള്ളാഹുവിലേക്ക് മനസ്സ് തിരിയണം. ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ ഉണ്ടാകാനാണ് നോമ്പ് എന്ന് പറഞ്ഞ് പോയാൽ പോരാ. ആ തഖ്വ നമ്മുടെ ഹൃദയത്തിൽ ആർജിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം. എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യണം. ആരോടും വൈരാഗ്യമുണ്ടാകരുത്. എല്ലാവരുമായും നല്ല ബന്ധം പുലർത്തണം. എല്ലാവരുമായും നല്ല സ്നേഹം പുലർത്തണം. നേരത്തെ ഉണ്ടായിരുന്ന വൈരാഗ്യങ്ങളോ, മുമ്പെന്തോ പറഞ്ഞതോ, മുമ്പെന്തോ ചെയ്തതോ, മുമ്പെന്തോ ആക്കിയതോ അതൊന്നും മനസ്സിൽ വെച്ചിട്ട് അതൊക്കെ വലിയ വിഷയമാക്കി എടുത്തു പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ അവർക്ക് അങ്ങനെ എന്തോ ഒരു തോന്നൽ അല്ലാഹു തആല തോന്നിപ്പിച്ചു, അല്ലെങ്കിൽ ശൈത്താന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തോന്നൽ അവരുടെ മനസ്സിലേക്ക് വന്നു. ആ തോന്നിയതനുസരിച്ച് അവരങ്ങനെ ചെയ്തു പോയി. അല്ലാഹു അവർക്കും പുറത്തു തരട്ടെ, നമുക്കും പുറത്തു തരട്ടെ. ഇങ്ങനെ ഒരു വിശാലമായ ചിന്ത നമ്മുടെ ഖൽബിലുണ്ടാകണം. അങ്ങനെ അള്ളാഹുവിനോട് വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി പറയുമ്പോൾ വലാഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം വെച്ചിട്ടുള്ളത്. അവരാണ് മുത്തഖീകൾ എന്ന് പരിശുദ്ധ ഖുർആൻ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്.
അപ്പൊ തഖ്വ ഉണ്ടാകലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മളെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിച്ച് തഖ്വ ആർജിക്കലാണ് നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് മനസ്സിലാക്കി ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ്, തഖ്വ ഉണ്ടാകാൻ വേണ്ടിയാണ്, ഭക്തി ഉണ്ടാകാൻ വേണ്ടിയാണ് നോമ്പ് എന്ന ചിന്തയിൽ നമ്മൾ നോമ്പും മറ്റു കാര്യങ്ങളും നമ്മൾ നിർവഹിക്കണം. കൃത്യമായി തറാവീഹ് നിസ്കാരത്തിൽ നമ്മൾ പങ്കെടുക്കണം. പിന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. പരിശുദ്ധ റമളാനിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കാൻ നല്ല ഒരു ദിക്റാണത്. അത് പരമാവധി വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ മറ്റ് ദിക്റുകളും സലാത്തുകളും ഒക്കെ നമ്മൾ വർദ്ധിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അല്ലാഹു തആല ഒരുപാട് നിഅമത്തുകൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. ആ നിഅമത്തുകൾക്കൊക്കെ നമ്മൾ നന്ദി ചെയ്യേണ്ടവരാണെന്ന ബോധം നമുക്കുണ്ടാകണം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്രയോ മുസ്ലിമീങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്നവരുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെയും ഐശ്വര്യം നൽകുമാറാകട്ടെ. നമുക്ക് അല്ലാഹു ഐശ്വര്യം അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട എത്രയോ ആളുകൾ സോമാലിയിലും മറ്റു പല സ്ഥലങ്ങളിലും പട്ടിണി കിടന്ന് മരിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ട്. മറുഭാഗത്ത് നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ പല സ്ഥലത്തും പരിശുദ്ധ റമളാനും അല്ലാത്ത സമയത്തും ഇങ്ങനെ പലതിൻ്റെയും കാരണത്താൽ, തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും അല്ലാത്തതിൻ്റെയും ഒക്കെ കാരണത്താൽ എത്രയോ മുസ്ലിമീങ്ങൾ പൊട്ടി മരിക്കുന്നവരും പൊട്ടിക്കപ്പെടുന്നവരും ഉണ്ട്. അല്ലാഹു തആല നമുക്ക് ചെയ്ത നിഅമത്ത് വളരെ വലുതാ. നമ്മോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്, ഈ നാട് വലിയ അനുഗ്രഹീതമായൊരു രാജ്യമാണ്, അനുഗ്രഹീതമായൊരു പ്രദേശമാണ്. ധാരാളം പണ്ഡിതന്മാരെ ഈ രാജ്യത്തേക്ക് പരിശുദ്ധ റമളാനിൽ ക്ഷണിച്ചു കൊണ്ടുവന്ന് അവരെ ആദരിച്ച് ബഹുമാനിച്ച് അവരെ കൊണ്ട് ഇൽമു പറയിപ്പിച്ച് തിരിച്ചയക്കുന്ന സ്വഭാവം ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായിരുന്ന ഷെയ്ഖ് സായിദ് അല്ലാഹു യർഹമുഹു വയഗ്ഫിർ ലഹു വയജ്മഉ അല്ലാഹു ബൈനനാ വബൈനഹു ഫിൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് അങ്ങനെ ഒരു തൗഫീഖ് നൽകി. അതിൻ്റെ പിൻഗാമിയായി ഇന്നും ഈ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് പണ്ഡിതന്മാരെ ക്ഷണിച്ചു വരുത്തി ഇവിടെ അവരെ സ്വീകരിക്കുകയും അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ടിക്കറ്റും ഹോട്ടലും ഭക്ഷണവും എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത് അള്ളാഹുവിൻ്റെ ദീന് പറയാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനും രാജ്യത്തിനും അതുപോലെ രാജ്യത്തിൻ്റെ മുഴുവൻ ഭരണാധികാരികൾക്കും രാജ്യത്ത് ജീവിക്കുന്നവർക്കും അള്ളാഹു എന്നും അവൻ്റെ കാവൽ നൽകുമാറാകട്ടെ. നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പാടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അർഹമുർ റഹീമീനായ റബ്ബ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ദുആക്ക് അല്ലാഹു തആല ഇജാബത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്തിനെ സംബന്ധിച്ച് നല്ല ബോധം വേണം. പരിശുദ്ധ റമളാനിലെ രാത്രികളിൽ സൊറ പറഞ്ഞും അനാവശ്യം സംസാരിച്ചും ഉള്ള ഏതെങ്കിലും അനാവശ്യമായ ഹറാമായ കാര്യങ്ങൾ ചിത്രങ്ങൾ കണ്ടും നമ്മളെ സമയം പോക്കുന്നതിന് പകരം നമ്മൾ ആ സമയത്ത് ആലോചിക്കണം. എത്രയോ ആളുകൾ ഖിബിലക്ക് തിരിഞ്ഞിരുന്ന് നീണ്ട ഖുർആനോദി എന്നിട്ട് പടച്ചവനോട് തൗബ ചെയ്ത് പാപങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടി, പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ച് കരഞ്ഞു പറയുന്ന എത്രയോ സാലിഹീങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഹറം ഷരീഫിൽ പോയി കഅബ ഷരീഫിൽ നോക്കിയിരുന്ന് പൊട്ടിക്കരയുന്ന എത്രയോ മുഅ്മിനീങ്ങളുണ്ട്. റൗള ഷരീഫിൽ പോയി പരമാവധി ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അവിടെ വെച്ച് പരിശുദ്ധ റമളാനിൽ എല്ലാ ദിവസവും ഇബാദത്തെടുക്കുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മുടെ നാടുകളിൽ തന്നെ പള്ളിയിൽ പോയി ഇത്തിക്കാഫിരുന്ന് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് എനിക്ക് ഈ പരിശുദ്ധ റമളാൻ കഴിയുന്നതിന് മുമ്പ് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കണം, സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കണം, എൻ്റെ രാജാവായ റബ്ബിനെ കാണാനുള്ള ഭാഗ്യം ലഭിക്കണമെന്ന നിലക്ക് അമല് ചെയ്യുന്ന എത്രയോ ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അല്ലാഹു തആല നമുക്ക് വലിയ നിഅമത്തുകൾ ചെയ്തപ്പോൾ, നമുക്ക് സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ അല്ലാഹു തആല നിഅമത്ത് ചെയ്തപ്പോൾ, മനസ്സമാധാനം തന്നപ്പോൾ നമുക്കതിനൊന്നും നേരമില്ല, അതിനൊന്നും അവസരം കിട്ടുന്നില്ല. നമ്മളിങ്ങനെ സൊറ പറഞ്ഞ് നേരം പോയി പോവുകയാണ്. ഒരിക്കലും പോയ സമയം തിരിച്ചു വരൂല. കഴിഞ്ഞ റമളാൻ ഇനി വരൂല, ഇന്നത്തെ വെള്ളിയാഴ്ച ഇനി ഉണ്ടാവൂല, ഇന്നത്തെ ഈ മിനിറ്റ് ഇനി ഉണ്ടാവൂല. പരിശുദ്ധ റമളാനിലെ സമയങ്ങളോരൊന്നും വിലപിടിച്ച സമയങ്ങൾ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര ദിവസം നമ്മൾ ഉണ്ടാകുമെന്നതിന് നമുക്ക് ഗ്യാരണ്ടിയുമില്ല. ഈ റമളാൻ തീരുന്നത് വരെ ഈ പാവപ്പെട്ട ഞാൻ ഉണ്ടാകുമോ ഇല്ലേ എന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഇനിയും ഒരുപാട് കാലം പരിശുദ്ധ റമളാനെ സ്വീകരിക്കാനും യാത്രയെക്കാനും അല്ലാഹു അവസരം തരട്ടെ. കിട്ടിയ സമയങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മൾ അല്ലാഹുമായി അടുക്കണം. തഖ്വക്ക് വേണ്ടിയാണ് പരിശുദ്ധ റമളാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എന്ന് ഖുർആൻ പറഞ്ഞത് നമുക്ക് എപ്പോഴും ഓർമ്മ വേണം. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾക്ക് നീ തഖ്വ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ. ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് തരണം റഹ്മാനേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലി
وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. اللهم اغفر لنا جميع ذنوبنا وخطايانا، اللهم اغفر لنا جميع ذنوبنا وخطايانا، اللهم اغفر لنا جميع ذنوبنا وخطايانا، اللهم حقق رجاءنا وبلغ آمالنا وصحح أجسامنا وادفع بلياتنا وأد ديوننا واشفنا واشف مرضانا، اللهم اشف مرضى من أوصانا شفاء تاما لا يغادر سقما ولا ألما. اللهم احفظنا بحفظك أينما كنا وكن لنا عونا ومعينا في جميع أمورنا ويسر لنا أمور ديننا ودنيانا وأخرانا، وكن لنا صاحبا في سفرنا وحضرنا وخليفة في أهلنا. اللهم اطمس على وجوه أعدائنا، اللهم احفظ هذه الدولة وحكامها وسكانها من كل مكروه وسوء. اللهم اغفر لنا وللشيخ زايد، اللهم اغفر لنا ولجميع أمواتنا وأموات جميع المسلمين، واجمع بيننا وبينهم في دار جناتك النعيم.